which shows the eternal clash of conflicts between generations. You will see many visitors and it might bring smiles to your faces because many of us have gone through similar situations. It's fun, it's informal, and it's a brilliant cinematic experience that flows seamlessly from scene to scene. But the final message is the most important. It's not the generation that matters, but the mindset that truly does. So please settle in. Keep your mobile phones on airplane mode so as not to distract yourself and the actors, and get ready to laugh, think and cheer for the incredible talent on the cast and crew of, I forgot the title. Can anyone remember? All is gold, new is bold. ഗുഡ് മോർണിംഗ് ഗായ്സ്. പെരിന്തൽമണ്ണ വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജു, എന്താടാ? പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുന്തം കണ്ടന്റ് കിട്ടിയോ? എന്തോന്ന്? പുതിയ വീഡിയോക്കുള്ള കണ്ടന്റ് കിട്ടിയോന്ന്? കണ്ടന്റ് കൊണ്ടുവരേണ്ടത് നീയല്ലടാ ചക്ക. എല്ലാ പ്രാവശ്യം ഞാൻ തന്നെയല്ലേ കണ്ടന്റ് ഉണ്ടാക്കി തരുന്നത്. വെറുതെ അല്ലല്ലോ, അതിന് നിനക്ക് ഞാൻ കാശ് എണ്ണി തരുന്നില്ലടാ ചക്ക. പോരാത്തതിന് അമ്മ കാണാണ്ട് എന്റെ മൊബൈലും കളിക്കാൻ തരുന്നില്ലേ? രാജു ജെൻഎക്സ് ആണോ മില്ലേനിയൽസ് ആണോ? എന്തായാലും എന്താടാ? രാജു ഭയങ്കര സ്റ്റിഞ്ചിയാണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാ രാജുവിന് ഭയങ്കര പിശുക്കാണെന്ന്. ആഴ്ചക്കേ ഈ കണ്ടന്റ് ഉണ്ടാക്കാൻ 200 രൂപയൊന്നും പോരാ. അതെ, എനിക്കിന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യണം. എവിടെങ്കിലും പോയിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചുകൊണ്ട് വാട ചക്ക. രാജു അലറണ്ടടാ. ഇത് കണ്ടോ? എന്ത്? ഗോൾഡൻ ലെഗസി, ഓർമ്മത്തണലിൽ ഇത്തിരി നേരം, വളുവനാടിന്റെ ഹൃദയഭൂമിയായ പെരിന്തൽമണ്ണയിൽ വിദ്യ കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച നമ്മുടെ ആത്മവിദ്യാലയം പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 50ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന ഈ വരുന്ന സെപ്റ്റംബർ 27 പൂർവ്വ വിദ്യാർത്ഥി സംഗമ ആഘോഷ പരിപാടി വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഗൃഹാതൃത്വം തുളുമ്പുന്ന ഒരിക്കലും മായാത്ത ഓർമ്മകളുടെ അതിമനോഹരമായ നിമിഷങ്ങളിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യും. ഇത് മതി, ഇന്നിക്കിത് മതി. ആദി വാടാ വാ, ഗെറ്റ് റെഡി. ചലോ പ്രസന്റേഷൻ. വീഡിയോ റണ്ണിങ് ആക്കണം, തുറന്നാൻ പോകണ്ടോ? ശരിക്കാക്കണം, നോക്ക് ലൈറ്റ് ഒക്കെ കറക്റ്റ് അല്ലേ? ഓക്കെ. പെരിന്തൽമണ്ണ വൈബ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്കൂളിന്റെ ഗേറ്റ് ഒക്കെ ശരിക്കും വരണം, സ്കൂളിന്റെ പേര് ശരിക്കും വരണം. പെരിന്തൽമണ്ണ വൈബ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണയുടെ അഭിമാനമായ പ്രസന്റേഷൻ സ്കൂളിന്റെ കവാടത്തിലാണ്. ഇന്ന് ഹോസ്പിറ്റൽ സിറ്റി എന്നറിയപ്പെടുന്ന പെരിന്തൽമണ്ണ ഒരു കാലത്ത് പ്രശസ്തമായിരുന്നത് ഈ പ്രസന്റേഷൻ സ്കൂളിന്റെ പേരിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല ഗായ്സ്, വിശ്വസിക്കില്ല. പക്ഷേ അതാണ് തുണി ഉടുക്കാത്ത സത്യം. അത് രണ്ടും ഒന്നല്ലടാ. പിന്നെ നീ കട്ടൊന്നും പറയണ്ട, അത് പറയാൻ ഞാനിവിടെ ഉണ്ട്. നീ വീഡിയോ എടുത്താൽ മതി കേട്ടോ. ശരി, ഓക്കെ, സ്റ്റാർട്ട്. ഗായ്സ്, ഇന്നിവിടെ ഒരു ആഘോഷം നടക്കുന്നുണ്ട്, ഒരു സ്പെഷ്യൽ ആഘോഷം. അതെന്താണെന്ന് നമുക്ക് ഇവിടെ ഉള്ളവരോട് തന്നെ ചോദിച്ചറിയാം. എടാ ആദി, ഇതിനകത്തേക്ക് കയറണമെങ്കിൽ വല്ല പെർമിഷൻ എടുക്കണോടാ? അതൊന്നും വേണ്ടിയില്ല. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. അതെന്താടാ? ഇതിനകത്ത് കയറിയ പിന്നെ മലയാളം പറയാൻ പാടില്ല, ഇംഗ്ലീഷ് മാത്രമേ പറയാൻ പാടില്ല. പിന്നെ നിന്നോട് ആരാ പറഞ്ഞ? എന്റെ FB ഫ്രണ്ട് ഇവിടെ പഠിക്കുന്നുണ്ട്, അവള് പറഞ്ഞതാ. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ വല്ല ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒക്കെ വേണ്ടി വരൂടേ. ചങ്ങായി, വരുമ്പോഴേ ആ ബാഗ് എടുത്തിട്ട് പോയിട്ടോ ക്ലാസ്സിന്. ഓക്ക് കൊടുക്കാനുള്ള ബുക്ക് അതിന്റെ ഉള്ളിലാണ്. ബെസ്റ്റ് കേട്ടല്ലോ, എന്റെ FB ഫ്രണ്ട് പറഞ്ഞത് കറക്റ്റ്. നല്ല കട്ട ഇംഗ്ലീഷ് ഉണ്ട്. ഓള് തള്ളിയതാ. അവിടെ ബാഗ് കുത്തി രണ്ടുപേരും അവരുടെ ചോദിച്ചാലോ രാജു? എന്ത്? എന്റെ രാജു
പെർമിഷൻ മേടിക്കണ്ടേ? ആ അത് വേണം ചോദിച്ചോക്കാം. എക്സ്ക്യൂസ് മീ, ഞാൻ വ്ളോഗർ രാജു രാജ. പെരിന്തൽമണ്ണ വൈബ്സ് എന്റെ ചാനലാണ്. ഇൻസ്റ്റയിലും FB-യിലൊക്കെ എബോ 50K ഫോളോവേഴ്സ് ഉണ്ട്. 50K എപ്പാ? ആ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടാ. നിങ്ങളാണല്ലേ കഴിഞ്ഞ ആഴ്ച അങ്ങാടിപ്പുറം ബ്ലോക്കിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തത്? അതെ കണ്ടിരുന്നുല്ലേ? ആ വീഡിയോ ഒറ്റ ദിവസം കൊണ്ട് 10K ക്രോസ് ചെയ്തു. എടി നീ കണ്ടിരുന്നോ അത് ആ വീഡിയോ? നന്നായി. അതിന് അങ്ങാടിപ്പുറം ബ്ലോക്കിനെ കുറിച്ച് വീഡിയോ ചെയ്ത ആരല്ലത്? ഒരു 10,000 വീഡിയോ എങ്കിലും വന്നിട്ടുണ്ടാവും. അതിപ്പോ എന്താ വലിയ കാര്യം? ഒന്നുമില്ല. ഞങ്ങളുടെ അതിന് മുന്നത്തെ വീഡിയോ ഹിറ്റായിരുന്നു, അത് കണ്ടിട്ടുണ്ടാ? അതേത്? സമൂസ ബസ് സ്റ്റാൻഡിലെ ഇണക്കിഴിവുകൾ. സമൂസ ബസ് സ്റ്റാൻഡ്? സഖാവ് മൂസക്കുട്ടി ബസ് സ്റ്റാൻഡ് എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. അതന്നെ അവിടുത്തെ ചില ലവ് സീൻസ് ഒക്കെ ഞങ്ങൾ ഹിഡൻ ക്യാമറ വെച്ചെടുത്ത മൂവി സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് സൂപ്പർ ആക്കിയ വീഡിയോ കണ്ടിരുന്നില്ലേ? അടിപൊളിയായിരുന്നു. അല്ല, ഞങ്ങൾ പെരിന്തൽമണ്ണിലെ പല പ്രശ്നങ്ങളും വീഡിയോ ആക്കി കാണിക്കുന്നുണ്ട്. അതിൽ പെട്ട ഒരു വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾ എന്താ ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ. അതെ, ഈ സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷം നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ ഓൾഡ് സ്റ്റുഡൻസ് ഒക്കെ നടത്തുന്ന ചെറിയ പരിപാടികളൊക്കെ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നും ഇവിടെ ഇല്ലല്ലോ. പ്രശ്നങ്ങൾ മാത്രല്ല, ഞങ്ങൾ പെരിന്തൽമണ്ണിലെ വിശേഷങ്ങളും ആഘോഷങ്ങളും ഒക്കെ കവർ ചെയ്യും. ഇന്നത്തെ നിങ്ങളുടെ പരിപാടി അത് ഞങ്ങൾ ഒന്ന് ഷൂട്ട് ചെയ്തോട്ടെ. അയ്യോ, അതിപ്പോ സംഘാടകരോട് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാരാ? ഞങ്ങൾ ആരെയാ കാണേണ്ടത്? അതെ, ഞാനിപ്പോ ഒരാളെ വിളിക്കാട്ടോ. മൻസൂറെ ഇങ്ങോട്ടൊന്ന് വരുമോ? പുള്ളിക്കാരിക്കല്ല റിസാണല്ലോ. എന്താ? അതെ, ഇവരൊരു യൂട്യൂബ് ചാനലിൽ വന്നവരാണ്. ഇവർക്ക് നമ്മുടെ പ്രോഗ്രാം ഒന്ന് ഷൂട്ട് ചെയ്യട്ടെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. എന്താ ചെയ്യണ്ടേ? ആരാ? ഇവരാണോ? താൻ ഇവിടുത്തെ അലുമിനിയാണോ? അയ്യോ അല്ല, സിൽവറാ. എന്തോന്ന്? സിൽവറാണ്. സിൽവർ, വെള്ളി. അലുമിനിയാണോ? അതല്ലേടോ, നിങ്ങൾ ഇവിടെ പഠിച്ചിരുന്ന സ്റ്റുഡന്റ് ആണോ എന്നാ ചോദിച്ചത്. അതല്ല, രാജു ഗവൺമെന്റ് സ്കൂളിൽ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത് അല്ലേ രാജു? ഒന്നും ഉണ്ടാക്കിടാം. അതെ ബൈ, ഇന്ന് ഇവിടെ അലുമിനി അതായത് ഓൾഡ് സ്റ്റുഡൻസിന്റെ പ്രോഗ്രാമാണ്. അത് പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. അയ്യോ സാറേ, അങ്ങനെ പറയരുത്. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ഈ പ്രസന്റേഷൻ സ്കൂളിൽ ഇവിടുത്തെ കുട്ടികളെ ആരാധനയോടെ നോക്കി നിന്നിട്ടുള്ളവനാണ് ഞാൻ. നിങ്ങളൊക്കെ ഷൂവും ടൈയും കോട്ടൊക്കെ ഇട്ട് സ്കൂളിലേക്ക് പോകണമെന്ന് കാണുമ്പോ കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ട്. എന്നെ പ്രസന്റേഷൻ സ്കൂളിൽ ചേർക്ക് വെച്ചാന്ന് പറഞ്ഞ അച്ഛന്റെ പിന്നാലെ ഞാൻ കരഞ്ഞു നടന്നിട്ടുണ്ട്. നിങ്ങളെയൊക്കെ അതേ ആരാധനയോടെയാണ് ഞാൻ ഇന്നും കാണുന്നത്. പ്ലീസ്, ഈ പരിപാടിക്ക് വേണ്ടിയെങ്കിലും ഈ സ്കൂളിനകത്തുനിന്ന് കയറാനും നിങ്ങളെയൊക്കെ ഒന്ന് കാണാനും പരിചയപ്പെടാനും എന്നെ അനുവദിക്കണം. പ്ലീസ്. ശരി, പക്ഷെ സ്കൂളിനെ, ഇവിടുത്തെ വിദ്യാർത്ഥികളെ, ടീച്ചർമാരെ ആരെങ്കിലും മോശമാക്കുന്ന തരത്തിൽ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ യൂട്യൂബർ അല്ല വൈറ്റ്യൂബറായി മാറും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഇല്ല, അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ നിങ്ങളെ യൂട്യൂബേഴ്സിന്റെ സ്ഥിരം പരിപാടിയാണ് നിങ്ങളുടെ വ്യൂ കൂട്ടാൻ വേണ്ടി മസാല ചേർക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ? ഒരിക്കലുമില്ല. ഞാൻ ആ ടൈപ്പേ അല്ല. ശരി, എന്നായിക്കോട്ടെ. അതെ, ഇന്ന് ഞങ്ങളുടെ ഡാൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഒന്ന് ഷൂട്ട് ചെയ്ത് തരണേ. പിന്നെ കുട്ടിയെ പ്രത്യേകം ഫോക്കസ് ചെയ്തോളാം കേട്ടോ. അതൊക്കെ അയച്ചു തരുമോ? പിന്നെന്താ, മൊബൈൽ നമ്പർ? അത് ഞാൻ വാട്സപ്പ് ചെയ്യാം. എന്റെ നമ്പർ അറിയോ? അതൊക്കെ എനിക്കറിയാം. കണ്ടോ, എന്റെ ഫാനാണെന്ന്. അല്ല രാജു, എനിക്കൊരു സംശയം. എന്താടാ? രാജുവിന് ഈ സ്കൂളിനോട് ഇത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ രാജുവിന്റെ മോൻ എന്താ അവിടെ ചേർക്കാഞ്ഞേ? കൊച്ചുവായിൽ വലിയ സംശയം ഒന്നും ചോദിക്കണ്ട. നീ അവിടെ നിന്ന് കറങ്ങി സീക്രട്ട് കണ്ടന്റ്സ് എന്തെങ്കിലും കിട്ടുമെന്ന് തപ്പി നോക്കിട്ട് പോ. ചെല്ലില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ. രാജു ദേ നോക്കിയേ, ഒരു കഥ കളിക്കാരൻ വരുന്നുണ്ട്. ഒന്ന് മുട്ടി നോക്കാല്ലേ? സാറിവിടെ പരിപാടി അവതരിപ്പിക്കാൻ വന്നാണല്ലേ? അല്ല, കുളിക്കാൻ വന്നതാ. ഒന്ന് പോടെ. ഓരോന്ന് വരും മൈക്കും കൊണ്ട്. തമാശക്കാരനാണല്ലേ? ഞാൻ വ്ളോഗർ രാജു രാജ. എന്റെ ചാനൽ പെരിന്തൽമണ്ണ വൈബ്സ് കണ്ടിട്ടുണ്ടാവും അല്ലേ?
ഞാൻ ഇങ്ങനത്തെ ചവറുകളൊന്നും കാണാറില്ല. സാറില്ല, ഇനിയും കാണാലോ. സാർ ഒരു 5 മിനിറ്റ് എനിക്കൊരു ചെറിയ ഇന്റർവ്യൂ പ്ലീസ് പ്ലീസ്. വേഗം വേണം. ഇവരൊക്കെ റെഡിയായി കഴിഞ്ഞു. അത്രേ ഉള്ളൂ. സാറിന്റെ പേര്? അഭിലാഷ് ദിവാകർ. ഹലോ ഗായ്സ്, ഇത് പ്രശസ്ത കഥകളി വിദ്വാൻ അഭിലാഷ് ദിവാകർ. അദ്ദേഹത്തിന്റെ കഥകളി ലോക പ്രശസ്തമാണ്. നമ്മൾ എല്ലാവരും തന്നെ പലപ്പോഴും അദ്ദേഹത്തിന്റെ കഥകളി കണ്ടിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന് നേരിട്ട് ഇന്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നത് പെരിന്തൽമണ്ണ വൈബ്സിനാണ് ഗായ്സ്. താൻ എന്താണ് ഈ പറയുന്നത്? ഇത് കഥകളി വേഷമല്ല. ഐ നോ പെട്ടെന്ന് പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ. കുച്ചിപ്പുടി അല്ലേ? ഓ, തന്റെ ഒരു കുച്ചിപ്പുടി. താൻ മൈക്കിന് തന്നെ. നമസ്കാരം, എന്റെ പേര് അഭിലാഷ് ദിവാകർ. ഞാനിവിടെ 2000-2001 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അന്ന് ഞാനിവിടെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇവിടെ 7 വർഷം 8 വർഷം കലാപ്രതിഭയായിരുന്നു. ഇപ്പൊ ഒരു 10-21 വർഷമായിട്ട് ഒരു ഐറ്റവും ഞാൻ ചെയ്തിട്ടില്ല സ്റ്റേജിൽ. പക്ഷേ ഈ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. സോ അതിന്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ഇന്നിവിടെ ഓട്ടംതുള്ളൽ ചെയ്യുകയാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. പോലെ വസ്ത്രം കുടവയറിയൊരു ചാരുസ്വരൂപം മുമ്പിൽ ശ്രീ പാർവതിക്ക് ശിവനുമികവിറവിറന്നോരു പൂമരുണ്ണി ഗണേശ വന്ദിച്ചൊരു വിഘ്നം നിരവിനുടകീലം തീർത്തു വൻപേറും തമ്പുരാനെ തവ പദകമരം സന്തതം കൈതൊഴുന്നേ വൻപേറും തമ്പുരാനെ തവ പദകമരം സന്തതം കൈതൊഴും കടവരനുടെ വാക്കുകൾ കേട്ടു കടവരനുടെ വാക്കുകൾ കേട്ടു കടരോഷമിയുടെ കടവരനുടെ വാക്കുകൾ കേട്ടു ഉൾക്കടരോഷമിയ കടമൂത്ത കുലഞ്ഞാനിന്നുടെ കടമൂത്ത കുലഞ്ഞാനിന്നുടെ കടമൂത്ത കുലഞ്ഞാനിന്നുടെ ധിക്കാരം മമ കെട്ടരുതിപ്പോൾ ചക്രാദികളും വന്നു വണങ്ങും ചക്രാദികളും വന്നു വണങ്ങും ചക്രായുധനെ കൊണ്ടു ദുഷിക്കും ചക്രാദികളും വന്നു വണങ്ങും ചക്രായുധനെ കൊണ്ടു ദുഷിക്കും വക്രാത്മാവേ നിന്നൊടുകിഞ്ചന വക്രാത്മാവേ നിന്നൊടുകിഞ്ചന വക്രാത്മാവേ നിന്നൊടുകിഞ്ചന തുല്യമശേഷ ജഗത്തിൽ
കുലദൈവമതദ്ദേഹത്തെ കുതുഷിപ്പാൻ യോഗ്യതയുണ്ടോ കുലദൈവമതദ്ദേഹത്തെ കുതുഷിപ്പാൻ യോഗ്യതയുണ്ടോ കുതുഷിപ്പാൻ യോഗ്യതയുണ്ടോ കുതുഷിപ്പാൻ യോഗ്യതയുണ്ടോ കരിയും പൊള്ളയിലിട്ടു കരിച്ചു പുജിച്ച് ഉള്ളവരങ്ങളുടെ കാര്യം കരിയും പൊള്ളയിലിട്ടു കടിച്ചു പുജിച്ച് പൊള്ളയിലിട്ട് കടിച്ചു പുജിച്ച് ഉള്ളവരങ്ങളുടെ കാര്യം കരിയും തൊള്ളയിലിട്ടു കടിച്ചു പുജിച്ച് ഉള്ളവരങ്ങളുടെ കാര്യം കരിയും തൊള്ളയിലിട്ടു കടിച്ചു പുജിച്ച് ഉള്ളവരങ്ങളുടെ ഉള്ളവരങ്ങളുടെ കാര്യം കരിയും തൊള്ളയിലിട്ടു കടിച്ചു പുജിച്ച് ഉള്ളവരങ്ങളുടെ കാര്യം കരിയും തൊള്ളയിലിട്ടു കടിച്ചു പുജിച്ച് ഉള്ളവരങ്ങളുടെ കാര്യം കരിയും തൊള്ളയിലിട്ടു കടിച്ചു പുജിച്ച് തൊള്ളയിലിട്ടു കടിച്ചു പുജിച്ച് കൊള്ള വിളച്ചു മരത്തേറി കൊള്ള നിറച്ചു മരത്തേറി പല്ലു വിളിച്ചു മുളച്ചു നടക്കും കൊള്ള നിറച്ചു മരത്തേറി പല്ലു വിളിച്ചു മുളച്ചു നടക്കും കള്ളക്കൂട്ടം കവിതവരൻ ഈ കള്ളക്കൂട്ടം കവിതവരൻ ഈ കള്ളക്കൂട്ടം കവിതവരൻ ഈ കള്ളക്കൂട്ടം കവിതവരൻ അടികൊള്ളുമെടാ മതിയിലെ മോഹം കള്ളരുമുടനെ തീരുവശീഷ്ടം വലിച്ചു തലക്കിട്ടുടനടി ഞാൻ പാലു പിടിച്ച് ഉള്ളി വലിച്ചു തലക്കിട്ടുടനടി കൊള്ളിക്കും ഞാൻ പാലു പിടിച്ച് ഉള്ളിക്കും തൊടുതത്രയുമല്ലി ഉള്ളിക്കും തൊടുതത്രയുമല്ലി വല്ലിക കൊണ്ടുവരിഞ്ഞു കിണറ്റിൽ ലിക കൊണ്ടുവരിഞ്ഞു കിണറ്റിൽ കൊണ്ടുവരിഞ്ഞു കിണറ്റിൽ തള്ളി മറിച്ചു തടിച്ച കുരങ്ങിന് എള്ളിനു തുല്യം പൊടിയാക്കാതെ എള്ളിനു തുല്യം പൊടിയാക്കാതെ ഉള്ളിൽ കോപം തീരുകയില്ല എള്ളിനു തുല്യം പൊടിയാക്കാതെ ഉള്ളിൽ കോപം തീരുകയില്ല താനറിയാതെ ദുഷിക്കും താനറിയാതെ ദുഷിക്കും പിന്നെ താമസിയാതെ വധിച്ച് തന്നെ താനറിയാതെ ദുഷിക്കും പിന്നെ താമസിയാതെ വധിച്ച് കരിമുവിനു മതിയാവുള്ളൂ കരിമുവിനു മതിയാവുള്ളൂ വന്നകഭൂഷണമാകത്താണ് വന്നകഭൂഷണമാകത്താണ് എന്നതു കേട്ടകുട്ടി എന്നോട് ദൈവത്തിനിപ്പോൾ എന്നതു കേട്ടരുൾ ചെയ്തോ ഹനുമാൻ എന്നോട് നിധനം ോട് മറുത്തു വരുന്നവർ ആരും തോറ്റുമനല്ലാതില്ല ആരും തോറ്റും
ചരണം ചരണം അക്കടൽ വന്ന ചരണം ചരണം എടാ ആദി, ഇപ്പൊ കഴിഞ്ഞ കളി അതിന്റെ പേരെന്തായിരുന്നുടാ? കഥകളി ആയിരുന്നില്ല, പിന്നെ എന്തായിരുന്നു? മാർഗം കളി എന്തായിരുന്നുടാ? ഓ അണ്ണാ എന്നെയും കൂടി നെറ്റിക്കല്ലേ. ഓട്ടം തുള്ളൽ. ആ അതന്നെ, അതൊന്ന് നോട്ട് ചെയ്തേക്കിട്ടോ. അല്ലെങ്കിൽ എന്താ അറിയോ, നമ്മുടെ ചാനലിലും ഇൻസ്റ്റയിലൊക്കെ ഇതിന് പോസ്റ്റ് ചെയ്യുമ്പോൾ പേരങ്ങോട്ട് മാറിപ്പോയണ്ടല്ലോ, കമന്റുകൾ ഇട്ട് പൂജിക്കും. ഓഫ് എന്റെ രാജു, ഇമാരി ഐറ്റങ്ങളൊന്നും ഇൻസ്റ്റയിൽ കൊണ്ടുപോയിടല്ലേ. ഇനി അത്ര നിർബന്ധമാണ് ഈ യൂട്യൂബിൽ ഇട്ടാൽ മതി. അതെന്താടാ അങ്ങനെ? ഈ യൂട്യൂബ് കാണുന്നത് നിങ്ങൾ 90s-കളാ. ഇൻസ്റ്റ ഞങ്ങൾ 2K കിഡ്സിനുള്ളതാ. ഞങ്ങൾക്ക് ഇതൊന്നും പിടിക്കൂല. എടാ ഇതൊക്കെ പ്രഷ്യസ് തിങ്സ് ആണ്. നീ ഓൾഡസ്റ്റ് ഗോൾഡ് എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ ജെൻസിക്ക് അറിയില്ല എന്ന് വെച്ചിട്ട് ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ പോസ്റ്റ് ചെയ്ത നമ്മുടെ വ്യൂസ് ഒക്കെ ഷൂട്ട് ചെയ്യണത് കണ്ടോ ചക്ക? എടോ, ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ പോസ്റ്റ് ചെയ്താലേ തന്റെ ചാനലിന്റെ സബ്സ്ക്രിപ്ഷനും വ്യൂവേഴ്സും ഒക്കെ ടപ്പേന്ന് പറഞ്ഞിട്ട് താഴേക്ക് പോകും. നോക്കിക്കോ. അതിനിത് മില്ലിയൻസിന്റെ പരിപാടിയല്ലേ? ഇവിടെ ജെൻസി ഐറ്റംസ് നോക്കിയിരുന്ന കിട്ടുവോ? എന്താണ് ഈ ജെൻസി ഐറ്റംസ്? ഓ, കാണിച്ചു തന്നാ നിങ്ങൾ ഇപ്പൊ ചെയ്യും. ആദ്യം കാണിക്കു വച്ചേ, എന്നിട്ട് പറയാ ചെയ്യാൻ പറ്റുമോ പറ്റൂലെന്നൊക്കെ. വേണമെങ്കിൽ നമുക്കൊരു മത്സരം അങ്ങോട്ട് ആക്ക. അതെ, വടംവലി മത്സരം പോലെ. നീ അങ്ങോട്ടൊന്ന് പിടിക്കുക, ഞാനേ ഇങ്ങോട്ടും പിടിക്കും. എന്തേ? സൂപ്പർ 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 ഗായ്സ്, നമ്മളുടെ ഒരു ഡാൻസ് മത്സരം കാണാൻ പോവുകയാണ്. സൂമേഴ്സ് വേഴ്സസ് ബൂമേഴ്സ്. ഡാ ഷൂട്ട് ചെയ്തോ, മിസ്സാക്കല്ലേ, സൂപ്പർ സാധനായിരിക്കും. ഓക്കെ, പക്ഷെ കപ്പ് ജെൻസീസ് അടിക്കും, നോക്കിക്കോ. പോടാ പോടാ. അയ്യടാ, ഞങ്ങള് ജെൻസീസ് ഫയറാണ്. നേപ്പാളില് കണ്ടില്ലേ? സമ്മതിച്ചു. തൽക്കാല ട്രൗസറിന്റെ സിപ്പ് ഒന്നിടും. അപ്പോ നിങ്ങൾ തുടങ്ങല്ലേ? ഓക്കെ, റെഡി, സ്റ്റാർട്ട്.
കണ്ണത്തി കടകണം മുണ്ടത്തി പരലിന്റെ കണ്ണു ജല ജലമ പോട്ടി മാനത്ത് പറകണ ചമ്പരുന്തിന്റെ കണ്ണു ജല ജലകി പോട്ടി കണ്ണു ജല ജലകി പോട്ടി മലയില തക്കം മരത്തില കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ കണ്ണേ താമര കാതിൽ തേന്മഴ കണ്ടം പൂട്ടടി പൂഞ്ചോലെ പാടം പൂത്തതറിഞ്ഞോടി പൂവരമ്പിൽ വാടി കന്നി മടന്നേ കാടൻ കാറ്റു കിതച്ചോടും ഞാറ്റിറമ്പിൽ കൂടാം കാട്ടുകരിമ്പേ താനക 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 താതിന്തോ உணவுட இருப்பிடம் உழவனுக்கும் கிடைக்கணும் அவ அனுபவிச்ச மிச்சம் தான் ஆண்டவனுக்கு படைக்கணும் ஆலமர பள்ளிக்கூடம் ஆக்ஸ்போர்டா மாறன நீ தாய்மொழியில் கல்வி கற்று தமிழ்நாட்டை உயர்த்தணும் வாய் மூடி வாழாதே வீண் பேச்சு பேசாதே காலங்கடந்து போச்சுதுன்னு கவலைப்பட்டு எங்காதே கனவு ஜெயிக்க வேணும்னா கண்ணை மூடி தூங்காதே குத்தங்களா குத்தே எங்கூட சேர்ந்து குத்தே भाषा कई बात को ना बला मोनिका मोनिका love you मोनिका baby ma मोनिका खिच खिच मा से खिच मा मोनिका love you मोनिका baby ma मोनिका खिच खिच मा पत खिच मा झुमट झुमट झुम ताक झुम 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 ताक झुमट झुमट झुम ताक झुम 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 ताक झुम 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 ആൻറ്റി യു റിയലി വണ്ടർഫുൾ. ആൻറ്റിയുടെ കൂടെ ഡാൻസ് ചെയ്തപ്പോൾ എനിക്ക് എനർജി കൂടിയ പോലെ. ഈ ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയണത് വെറുതെ ആണല്ലേ? പിന്നല്ലാണ്ട് ശരീരത്തിന് പ്രായം എങ്ങനെ കൂടും? ദാറ്റ് ഇസ് എ ബയോളജിക്കൽ പ്രോസസ്. പക്ഷെ മനസ്സിന് പ്രായം കൂടാതെ നോക്കാനേ ഉമ്മ വിചാരിച്ചാ പറ്റും. യെസ്, ലവ് യു ആൻറ്റി. നമുക്കിനി ഒരുമിച്ച് ഡാൻസ് ചെയ്യണേ. കണ്ടില്ലടാ, നീ ഇടയ്ക്കിടയ്ക്കേ ജെൻഎക്സ് മിലിനിയൽസ് എന്നൊന്നും പറഞ്ഞ് കളിയാക്കാൻ വരണ്ട കേട്ടാ. ലാലേട്ടൻ പറഞ്ഞത് കേട്ടിട്ടില്ലേ? വയസ്സ് വെറും ഒരു നമ്പർ മാത്രം. ഉവ്വ ഉവ്വ. എന്നിട്ടാണോ ഇടയ്ക്കിടയ്ക്ക് ജെമിനിയിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാനും ഡീപ്സിക്കിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനൊക്കെ എന്നെ വിളിക്കണത്? എന്താ രാജുവിനും തന്നെ ചെയ്തൂടെ? അത് ഞാനതൊന്നും പഠിച്ചിട്ടില്ലല്ലോ. ഞാനും അതൊന്നും പഠിച്ചിട്ടില്ല. നിങ്ങളൊക്കെ ജനിച്ച് വീണത് തന്നെ ഈ ആൻഡ്രോയിഡ് വേൾഡിലേക്കല്ലടാ. ഞാനൊക്കെ ജനിക്കുമ്പോഴേ മൊബൈൽ ഫോൺ പോയിട്ട് ഇന്റർനെറ്റ് പോലും ഇല്ല. അത് തന്നെയാണ് ജനറേഷൻ ഗ്യാപ്പ്. അത് ശരിയാണല്ലോ. രണ്ട് ഡാൻസേഴ്സ് വരുന്നുണ്ട്. ഞാനൊന്ന് മുട്ടി നോക്കട്ടെ. മൊട്ടേന്ന് വിരിഞ്ഞിട്ടില്ല മുട്ടി നോക്കാൻ. മുട്ടാനേ ഞാനുണ്ട് ഇവിടെ, നീ മുട്ടണ്ട. മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് വീഡിയോ എടുക്ക്. 2-3 ആഴ്ച ഇതൊക്കെ വെച്ച് തള്ളി നീക്കാനുള്ളതാ. ഓ, ഇയാള് നാട്ടുകാരെ മുഴുവൻ വെറുപ്പിക്കും. ഗുഡ് ഈവനിങ് സിസ്റ്റേഴ്സ്. സിസ്റ്റേഴ്സാ? ഞങ്ങൾ സിസ്റ്റേഴ്സ് ഒന്നും അല്ലല്ലോ. അയ്യോ, മറ്റേ സിസ്റ്റേഴ്സ് അല്ല, സിസ്റ്റേഴ്സ്, സഹോദരിമാർ അർത്ഥത്തിൽ പറഞ്ഞതാ. താൻ യൂട്യൂബർ ആണല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? അതെ, തന്റെ നിപ്പും മൈക്കും ക്യാമറയും ഒക്കെ കണ്ടാ തന്നെ അറിയാം. ഹോ, ഇപ്പൊ എവിടെ ചെന്നാലും യൂട്യൂബേഴ്സ് ആണ്. അതന്നെ. ഇന്നലെ ഞാൻ മാർക്കറ്റിൽ ചെന്നപ്പോ ഒരുത്ത മൈക്കും കൊണ്ട് ഓടി വന്നു. ഇത് എന്ത് മീനാ വാങ്ങുന്നത്? എന്തുകൊണ്ടാ ഈ മീൻ സെലക്ട് ചെയ്തത്? എന്തുകൊണ്ടാ മറ്റേ മീൻ വാങ്ങാത്തത്? എന്റെ അമ്മോ, ഒരു വിധത്തിലാണ് അവിടുന്ന് രക്ഷപ്പെട്ടത്. കല്യാണം വീട്ടിൽ ചെന്നാലും മരിച്ച വീട്ടിൽ ചെന്നാലും ഒക്കെ ഉണ്ടാവും ഇവന്മാര് പുറകെ. പാർക്കിലോ ബീച്ചിലോ പോയിരുന്ന ഇവന്മാര് വന്ന് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾ അതൊന്നും ഇവിടെ പറയാൻ പറ്റൂല. വ്യൂസ് കൂട്ടാനേ ഇവന്മാരെന്ത് തറ പണിയും ചെയ്യും. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് ചെയ്യുന്ന എന്തോരം വ്ളോഗേഴ്സ് ഉണ്ട്. അവരുടെ ഒക്കെ പേര് കളയാനായിട്ട് ഇതുപോലെ കുറെ എണ്ണം ഇറങ്ങും. അതാണ് ഇപ്പൊ പറഞ്ഞ പോലെ ക്വാളിറ്റി ഉള്ള വീഡിയോസ് എടുക്കുന്ന വ്ളോഗറാണ് ഞാൻ. ഓ, കണ്ടിട്ടുണ്ട്. കണ്ടോടത്തൊക്കെ ചെന്ന് ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കല്ലടോ തന്റെ ഒക്കെ പണി.
മനുഷ്യന്മാർക്ക് ഗുണമുള്ള വീഡിയോസ് ചെയ്യുന്ന എന്തോരം വ്ളോഗേഴ്സ് ഉണ്ട്. അതൊക്കെ ഒന്ന് കണ്ട് പഠിക്ക്. അതെ, ഞങ്ങളുടെ ഡാൻസിന്റെ വീഡിയോ താൻ എടുക്കണ്ട. വേമ്പോ സ്ഥലം വിട്. രാജു ഇങ്ങോട്ട് വന്നേ. ഇവരെ പോലുള്ള ഓൾഡ് ജനറേഷൻ അമ്മച്ചിമാരുടെ വീഡിയോസ് ഒന്നും നമുക്ക് വേണ്ട. അല്ലെങ്കിൽ ഇതൊക്കെ ആര് കാണാനാണ്? ആദി, നീ ആ ഡാൻസ് ഷൂട്ട് ചെയ്തില്ലല്ലേ? കഷ്ടായടാ. നല്ല ഡാൻസ് ആയിരുന്നു. റീൽസ് ഒക്കെ ആക്കി എന്ത് വ്യൂസ് കിട്ടിയെന്നറിയോ? അത് പോയി. എന്താടാ രാജു, നീ എന്തൊരു ഷോകാണ്. അടുത്ത ആള് വരുന്നുണ്ടേ, അത് നീ മിസ്സാക്കല്ലേ. നോക്കട്ടെ. സാറാണോ അടുത്ത പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്? ആണെങ്കിൽ എന്താ നിന്റെ പ്രശ്നം? ഹായ് ആദി നോക്കടാ, ഇന്നസെന്റ്. ഹായ്. താനാരാ? ഞാൻ യൂട്യൂബർ രാജു രാജ. നിന്റെ പ്രശ്നം അതാണ്? അതെന്റെ പ്രശ്നമല്ല,
ഞാൻ യൂട്യൂബർ രാജു രാജാണെന്ന് പറഞ്ഞതാ. നീയാണല്ലടാ യൂട്യൂബർ രാജു. നീ എന്റെ പെങ്ങളെ നശിപ്പിച്ചു അല്ലേ? ഞാനോ? എപ്പോ? എന്റെ പെങ്ങളെ നശിപ്പിച്ചാൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഞാൻ മേടിച്ചെടുത്ത ബ്ലൗസ് നീ കയറിയേ. ഞാൻ നിന്നെ ഒരു മൊബൈലും മൈക്കും കയ്യിലുണ്ടെങ്കിൽ എല്ലാവരും യൂട്യൂബറാണെന്ന് കരുതി അലപ്പലാതി രാജു. രാജു ഇപ്പൊ കാണിച്ചതാരാ? എടാ പൊട്ട ജയൻ. അതാരാ? ഓ ഒന്ന് പോടാ. സർ, എനിക്ക് മിമിക്രിക്കാരൊക്കെ ഭയങ്കര ഇഷ്ടാ. സാറിന് പ്രേം നസീറിനെ കാണിക്കാൻ പറ്റുമോ? അറിയാം. ആരാണ്? നീയാണല്ലേ ആ യൂട്യൂബർ രാജു. ചോദിക്ക്, എന്താ നിനക്കറിയണത്? പറയാം. മണ്ടിപ്പെണ്ണേ. ഹായ് പ്രേം നസീർ സാറേ. പ്രേം നസീർ സാറേ, സാറിന് നമ്മുടെ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലെ ബ്ലോക്കിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് സമയം വെറുതെ നഷ്ടപ്പെടും. സിംഗപ്പൂരിലും ദുബായിലുമൊക്കെ ഉള്ളത് പോലെയാണെങ്കിൽ ഇവിടെ കൊണ്ടുവരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. മണ്ടിച്ചക്ക രാജു, അതിൻ്റെ എനിക്ക് ഒരുപാട് ഇഷ്ടമായടാ. എടാ രാജു, ഞാൻ എൻ്റെ പഴയ ഗേൾ ഫ്രണ്ട്സിനെ തിരഞ്ഞു വന്നതാണ് ഇവിടെ. എടാ, നീ എൻ്റെ നീലിയെ കണ്ടോ ഇവിടെ എവിടെയെങ്കിലും? ആരെ? നമ്മുടെ കളിയങ്കാട്ട് നീലിയെ. അതാരാ? അവളിപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടത്. അത് തിരഞ്ഞു വന്നതാണ് ഞാനിവിടെ. നമ്മുടെ പ്രസൻറ്റേഷൻ്റെ പരിപാടി കാണുവാൻ വേണ്ടി അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എടാ രാജു, നീ അവളെ എന്ത് ചെയ്തടാ? പറയടാ പട്ടി. വിടറോ ആരാണ് രാജു? എടാ, ഇതൊക്കെ അഭിനയല്ലേ? ഇത് നമ്മുടെ മധു സാറല്ലേ? ഓ, അഭിനയം. എന്റെ അങ്കിളെ, നിങ്ങൾക്ക് ഈ ജാമ്പോവാൻ കാലത്തുള്ള ഈ ക്യാരക്ടേഴ്സിനെ അല്ലാണ്ട് ന്യൂജൻ ക്യാരക്ടേഴ്സിനെ വല്ലതും ചെയ്യാൻ കഴിയുമോ? പറ്റൂല മോനെ, പറ്റൂല. അന്താരം നമ്മളേറ്റ് നമ്മള് പോവാ. ഇവിടെ നിന്നാ പറ്റൂല രാജു, നമ്മള് പോവാണ്. എടാ ആദി, നീ ഓരോന്ന് പറഞ്ഞ പാവത്തിനെ പേടിപ്പിച്ചു വിട്ടു. യെസ്, we Gensis are like that. രാജു, ഈ ബൂമേഴ്സിന്റെ എക്സിസിന്റെ ഒക്കെ കല്യാണ വീഡിയോ ഭയങ്കര ശോകാണ് കേട്ടോ. ഓ, ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണ വീഡിയോ കണ്ടു. സ്പീഡ് കൂട്ടി 1.5ലും 2ലൊക്കെ ഇട്ടിട്ടാണ് ഒന്ന് കണ്ടു തീർത്തത്. പക്ഷെ പണ്ടത്തെ കല്യാണങ്ങള്, അന്നൊക്കെ അയലൊക്കക്കാരും ബന്ധുക്കളും എല്ലാരും കൂടിയിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കണതും വിളമ്പണതും മണിയറ ഒരുക്കണതൊക്കെ. അല്ലാതെ ഇപ്പോഴത്തെ പല കാശ് കൊടുത്ത് ഈവന്റ് മാനേജ്മെന്റിന്റെ ആൾക്കാരെ കെട്ടി എഴുന്നള്ളിക്കാറൊന്നുമില്ല. അന്നത്തെ മണവാട്ടിമാര് കല്യാണ മണ്ഡപത്തിലേക്ക് വരുന്നത് കാണാൻ തന്നെ എന്തൊരു ഐശ്വര്യായിരുന്നു, എന്തൊരു ശാലീനത. സാധനം കുന്തം, ഇത് നോക്ക്. ഒന്നങ്ങട് നടക്ക് പെണ്ണേ, ഈ പെണ്ണിന്റെ ഒരു നാണം. ആ സ്റ്റുഡിയോ ചേട്ടൻ ചീത്ത പറയണ. മുഖം ഒന്ന് പൊക്കി പിടിക്ക് പെണ്ണേ. എടി, എനിക്ക് പേടിയാവണടി. അതൊക്കെ ഉണ്ടാവും. എന്റെ കല്യാണത്തിന് പേടിച്ച് പനിച്ച്. എടി എന്റെ ചെക്കനെത്തി. നല്ല രസമുണ്ട് കേട്ടോ, കമലാസനെ പോലെ. ഇവളെ കണ്ട ശ്രീദേവിയെ പോലെയല്ലേ? കമലാസൻ ശ്രീദേവി, ശ്രീദേവി കമലാസൻ, നല്ല ചേർച്ച. ഒന്ന് പോവാ അവിടുന്ന്. പിന്നെ പെണ്ണിന്റെ ഒരു നാണം. എടി അവന്റെ മുഖത്ത് കുറച്ചുകൂടി പൗഡർ ഇട്ട് കൊടുക്ക്. ഇവിടെ നോക്ക് മതിയില്ലേ? വേഗം വാ, അമ്മായി തിരക്ക് കൂട്ടുണ്ട്. വാടി, നമുക്ക് മണ്ഡപത്തിലേക്ക് നടക്കാം. ഇനി നേരം വൈകണ്ട. ആ മുല്ലപ്പൂവൊക്കെ ഒന്ന് ശരിയാക്കിയേ. വാ, നടക്ക്. രാജു, ഈ പെണ്ണെന്തിനെങ്ങനെ നാണിക്കണത്? ഒരുമാതിരി ക്രഷ്ഡ് സാൻഡ്വിച്ച് പോലെ. പിന്നെ ഇപ്പോഴത്തെ മണവാട്ടികളെ പോലെ വരണോ? എന്താ രാജു അങ്ങനെ ഒരു ഡോക്ക്? ഇപ്പോഴത്തെ മണവാട്ടികൾ വരുന്നുണ്ടാ, ഒരു തരം ആന മതം പൊട്ടി വരുന്ന പോലെ. ഇതേ നോക്ക്.
தாக்கு என்னடி சித்திரமே இங்க நீ பத்திரமே சொல்லுடி கட்டளை எத்தனை நான் செய்வேனே அன்புல பெட்டகமே தங்குற கட்டடமே ரத்தமே முத்தமே சாமியே கொட்டுன வரும் திக்கிறனே உன்னை கண்டு விக்கிறனே கிளியே கிளியே കിളിയേ കിളിയേ മണി മണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിനഴകേ കിളിയേ കിളിയേ മണി മണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിനഴകേ ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മുള്ളും കുളിരിൻ കുളിരേ കിളിയേ കിളിയേ മണി മണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും शमशीर निगाहें चाबुक सी अदाएं ना चीज पे ना चलाना भाई वाह भाई वाह बंदूक दिखा दिखा के क्या प्यार करेगी चेहरा भी कभी दिखाना भाई वाह भाई वाह ये मेरा दिल यार का दीवाना 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 प्यार का परवाना आता है मुझको प्यार में चल जाना मुश्किल है प्यारे तेरा बच के जाना ये मेरा दिल यार का दीवाना ये मेरा दिल यार का दीवाना कैसा शर्माना तुझे नच के दिखा मेरा उजाड़ जो मैं पर्दा गिरा लूं तुझे अखियों में अपने बसा लूं तू न नखरे दिखा రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలవనోళ్ళు లేరు మేస్తిరి కళాకారుల ఫ్యామిలీ మరి నే గజ్జ కడితే నిద్రపోదు నిండు రాత్రి సోగులాడి స్వప్న సుందరి నీ మడత చూపు మా పటేల బంధ పందిరి రచ్చరాజ పందె ఊపిరి నీ వంక చూస్తే గుండెలోన నీరు డిరిడిరి ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ ചെട്ടിക്കുളങ്ങര ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ കുപ്പിവളക്കടയ്ക്കുള്ളിൽ ചിപ്പിവളക്കുലക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പമിഴിയുടെ തേരോട്ടം 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 சத்து சத்துன்னு அடிய போட்டு விட்டுருவேன் என்ன சண்டைக்கு கூட்டாம ஒன்ன பந்தயம் போட்டு நான் அம்பைய போல வந்து
போவன் ஜிப்ல வச்சு கட்டின பொண்டாட்டி அவங்க டாக்டர் இல்லாம வரவேற்பாங்க உன்னோட மாமியா பெரிய டான்ஸ் ஃப்ளோரா ஆகிடண்டி என்னோட ஏரியா உந்தோ ட்ரெஸ்ஸும் பாசித்தோ பிளாட்டே மரியா இது துட்டகம் கிட்டுக்கொண்ட நட்டுக்கமே அது நொடுக்கம் நின்னை கம்பராட்டக்கம் மட்டக்கமே இது துட்டகம் கிட்டுக்கொண்ட நட்டுக்கமே அது நொடுக்கம் நின்னை கம்பராட்டக்கம் மட்டக்கமே. പറ്റൂല ഇതൊന്നും ഇവിടെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂലെന്ന്. ഈ സ്കൂളിനെ ഇവിടെ ഒരു അന്തസ്സുണ്ട്, ഒരു ആഭിജാത്യുണ്ട്. എന്നിട്ടാണ് ഇമ്മാരി തോന്നിവാസം ഇതിന്റെ മുന്നിൽ കടന്ന് കാട്ടണത്. അതിനവർ സ്കൂളിന്റെ അകത്തല്ലല്ല പുറത്തല്ലേ നിക്കണത്. ഇനി ഇവിടുത്തെ കുട്ടികളാണോന്ന് അറിഞ്ഞൂടാ. എടാ ചെങ്ങായി, എവിടുത്തെ കുട്ടികളാണെങ്കിലും ഈ സ്കൂളിന്റെ ഗേറ്റിന്റെ പുറത്തല്ലോ നിൽക്കണത്. ഇവിടെല്ല കുട്ടികളെ അതല്ലേ കാണുന്നത്. അതൊന്നും ഇവിടെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂല. എന്താടോ എന്താ പ്രശ്നം? എന്തൊരു ബഹളാത്? അത് ശരി, നിങ്ങൾ ഇതൊന്നും കണ്ടില്ല? എന്ത്? അവിടെ ഒരുത്തന്റെ തോള് കൈയിട്ടാ ഇങ്ങനെ ഇങ്ങനെ, മറ്റേ കൈത ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതന്നെ പബ്ലിക് ആയിട്ടാണ്. അതിനിപ്പോ എന്താ പ്രശ്നം? അവര് ഫ്രണ്ട്സ് ആയിരിക്കും. ഫ്രണ്ട്സാ? എന്ത് ഫ്രണ്ട്സ്? നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? എന്നിട്ട് നമ്മൾ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടും ഒട്ടിപ്പിടിച്ചിട്ടാ നടക്കണേ. നമ്മളെ പോലെയാണോ ഇപ്പോഴത്തെ കുട്ടികള്? കാലം മാറിയത് ഓർക്കാതെ ഓരോന്ന് പറയല്ലോ. കാലം എത്ര മാറിയാലും നമുക്കൊരു സംസ്കാരമുണ്ട്, അത് വിട്ടുകൊടുത്തിട്ടൊരു പരിപാടിയില്ല. എന്തേ കുന്തം മുണിങ്ങി മാറി നിക്കണേ? ആ പിള്ളേരൻ വിളിച്ചോടാ, മേടിച്ചല്ലേ വേഗം വിളിച്ചല്ലേ. എന്താണ് എന്റെ കഥ? ചെല്ലേ ഇപ്പൊ പോണോ? കുറച്ച് കഴിഞ്ഞിട്ട് പോരെ? ഇപ്പൊ തന്നെ ചെല്ലേ എങ്ങായി ചെല്ലേ. ഇനി ഗോൾഡൻ ജൂബിലി എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ കാണണ്ടേരുന്നാവോ. കണ്ടാ ഓല് വരുന്നുണ്ട. ആ പെണ്ണിന്റെ പാന്റ് നോക്കാം, പെരിച്ചായി മാന്തിയമാരി. അതിന്റെ അടിയിലുള്ളതൊക്കെ കാണപ്പോ. എടോ തന്റെ മുണ്ടൊന്ന് ആദ്യം താഴ്ത്തിയിട്, അടിയിലുള്ളതൊക്കെ കാണിക്കാണ്ട്, എന്നിട്ട് അവളെ കുറ്റം പറയാം. ഹായ് ആന്റി, എന്താ ആന്റി വിളിച്ചേ? ഹായ് അങ്കിൾ. അങ്കിളോ? ഓലക്ക. അതെ, അങ്കിൾ എന്നൊന്നും വിളിക്കണ്ട ചേട്ടാ, അത് മതി. ഓക്കേ ചേട്ടാ. കണ്ട കളിയാക്കണ രണ്ടും കൂടി. രണ്ടെണ്ണം ഇങ്ങോട്ട് വാ, രണ്ടും ഇങ്ങോട്ട് വാ. ഇവിടെ വന്നിക്ക്, ഇവിടെ വന്നിക്ക്. നിങ്ങൾ കൊറേ നേരമല്ലോ ഗേറ്റിന്റെ പുറത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കണേ. എന്ത് പറ്റിക്കണേ? നോ പറ്റിക്കണല്ല, അവിടെ ഇങ്ങനെ പറ്റി പിടിച്ച് നിക്കണത് എന്തിനാണെന്ന്. ഇങ്ങോട്ടേക്ക്. ഇവനാള് ശരിയല്ലട്ടോ. എന്ത് വെറുപ്പിക്കലാടിത്. വിട്. മോളുടെ പേരെന്താ? ഗൗരി. ഇതാരാ? മോളുടെ ഫ്രണ്ട് ആണോ? യെസ്, ഹീസ് മൈ ബെസ്റ്റി. അല്ലാതെ ലവറൊന്നും അല്ലല്ലോ അല്ലേ? എന്റെ ആന്റി, എനിക്ക് വേറെ ലവർ ഉണ്ട്, ഇവന് വേറെ ക്രഷും ഉണ്ട്. ഇനി നമ്മൾ പിന്നീട് ലവേഴ്സ് ആവുമെന്ന് ചോദിച്ചാ ഇപ്പൊ പറയാൻ പറ്റൂല. അത് ശരി. എന്നിട്ട് ഞങ്ങള് രണ്ടാളും അവിടെ അങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നീന്ന്. കെട്ടിപ്പിടിക്കേ? എന്തൊക്കെയാടോ നിങ്ങൾ ഈ പറയണത്? അങ്ങനെ നിന്നാൽ എന്താ കുഴപ്പം? അങ്ങനെ നിന്ന എന്താ കുഴപ്പമെന്നാ? അതെ മക്കളെ, അതെന്താന്ന് വെച്ചാല് പണ്ടൊക്കെ നമ്മൾ ആൺകുട്ടികളും പെൺകുട്ടികളും എത്ര ഫ്രണ്ട്സ് ആണെങ്കിലും ഇങ്ങനെ തൊട്ടും പിടിച്ചും നടക്കാറും സംസാരിക്കാറും ഒന്നും ചെയ്യാറില്ല. അപ്പൊ ഹഗ്ഗും ഹൈഫൈ ഒന്നും ചെയ്യില്ല? അതെ, ഈ ബോയും ആണെങ്കിൽ കുഴപ്പമില്ല, ഗേളും ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഗേളും ബോയും ആകുമ്പോ ശരിയാവില്ല. നോ ടച്ചിങ്സ്. ഞങ്ങളൊക്കെ ഈ പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോഴും പെണ്ണുങ്ങൾ ഞങ്ങളോട് സംസാരിക്കുമ്പോഴും ഇങ്ങോട്ട് കുറച്ച് നിൽക്ക്. ഈ ഡിസ്റ്റൻസ് കണ്ട, ഈ ഡിസ്റ്റൻസ് ഞങ്ങൾ കീപ്പ് ചെയ്യും. കണ്ട, അതാണ് അതിന്റെ ശരി. എടാ കണ്ടല്ലോ. ഇപ്പൊ തന്നെ അളവെടുത്ത് വെച്ചോ. ഇങ്ങനെട്ടോ, മറക്കരുതേ. എടി, നമ്മൾ ഈ 80s 90s മൂവിലൊക്കെ കണ്ടിട്ടില്ലേ? ഇത് നോക്കിയേ. നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം. മനുഷ്യനായ കൊച്ചൊക്കെ നാണം വേണം.
മിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം നീയൊരു മലർവാടി മധുമലർ മൊട്ടുകൾ പോരാടി വിഴികളാടി ഒന്ന് വെറുതെ ഇരിക്കുന്നു. മിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം. കണ്ടില്ലേടി? എന്തോന്നാ അങ്കിളെ, നിങ്ങളൊക്കെ പ്രേമിച്ചിരുന്നത് 1 കിലോമീറ്റർ ദൂരം കൊണ്ടാണോ? ഓ, നിങ്ങളൊക്കെ പ്രേമിക്കണ പിന്നെ തോള് കയറിയിരുന്നിട്ടാണല്ലോ. അങ്കിളെ, ഞങ്ങള് ബെസ്റ്റീസ് ആയാലും ബെഞ്ചീസ് ആയാലും ലവേഴ്സ് ആയാലും ഒക്കെ ഷെയ്ക്ക് ഹാൻഡും കൊടുക്കും, ഹഗ്ഗും ചെയ്യും. ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യണതേ ജസ്റ്റ് എ വേ ഓഫ് ഷോയിങ് അഫെക്ഷൻ. നിങ്ങൾ അതിന് വേറെ മീനിങ് ഒന്നും കണ്ടെത്തണ്ട. എടാ വാടാ പോവാ. അങ്കിളെ, ഈ തന്ത വൈബൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചില്ലാവ്. ചോദ്യം ചെയ്യല് കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട്. മക്കള് പൊക്കോ. എന്തോന്നാടാ അവരൊക്കെ ഇങ്ങനെ? കാലം മാറി, ഇനി പഴയതൊന്നും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. അതെ, ആ തന്ത വൈബൊക്കെ കളഞ്ഞ് ആ പിള്ളേര് പറഞ്ഞ പോലെ വൈബുള്ള തന്തയാവാൻ നോക്ക്. ഇപ്പോഴത്തെ കുട്ടികളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അല്ല, നമ്മളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവർക്കും പഠിക്കാനുണ്ട്, അല്ലേ? അത് ശരി. എടോ എടോ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. ഒക്കെ അങ്ങോട്ട് റെക്കോർഡാക്കിയല്ലേ? ഇതേറ്റ എൻ്റെ ഉണക്ക ചാനലിലേറ്റ വന്ന ഇടിച്ച എൻ്റെ കൂമ്പ് കലക്കും, മനസ്സിലായോ? നോ 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 നെവർ. അതൊക്കെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കില്ലേ. നിങ്ങൾക്ക് ഹൈപ്പ് ഉണ്ടാക്കുന്നത് മാത്രല്ലേ ഞാൻ പോസ്റ്റ് ചെയ്യൂ. അങ്ങനെ ചെയ്ത എൻ്റെ തടിക്ക് കൊള്ളാം. ഡോഗ് വെന്റ് മാർക്കറ്റ് ആയാലോ എന്റെ രാജുവേ. എന്തോന്ന്? പട്ടി ചന്തക്ക് പോയ പോലെ ആയല്ലോന്ന്. പക്ഷേ ഇതൊന്നും നീ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, വേസ്റ്റ് ആയി. ഇതൊക്കെ റീൽസായും സ്റ്റോറീസായും ഇങ്ങനെ പറക്കാൻ പോവല്ലേ. അപ്പൊ അവരോട് ഇതൊന്നും പുറത്തുള്ളെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പലതും പറയും. അപ്പൊ അവര് സീനാക്കില്ലേ? ആക്കട്ടെ, അപ്പൊ നമ്മൾ ഡിലീറ്റ് ചെയ്യും. അപ്പോഴേക്കും നമുക്ക് വേണ്ട റീച്ചൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ലേ. നീ ക്യാപ്ഷനും തമ്പ്നെയിലൊക്കെ റെഡിയാക്കിക്കോടാ. പെരിന്തൽമണ്ണയിലെ പ്രശസ്തമായ സ്കൂളിൽ സദാചാര പോലീസോ. എങ്ങനെയുണ്ട്? അത് പൊളിച്ചു. രാജു ദേ 2 ഡാൻസേഴ്സ് ഉണ്ട്. വേണമെങ്കിൽ ഒന്ന് ഓർബിറ്റ് അടിച്ചോക്ക്. ചെലപ്പോ നല്ല ബൈറ്റ് വല്ലതും കിട്ടിയാലോ. എവിടെ? വാവ്, ഇത് പൊളിക്കും. ഇടാ, ക്യാമറ സ്റ്റാർട്ട് ചെയ്തോ, മിസ്സാക്കല്ലേ. മാഡം, നിങ്ങളാണോ അടുത്ത ഐറ്റം അവതരിപ്പിക്കുന്നത്? താൻ ആരാ ഇതൊക്കെ ചോദിക്കാൻ? ഞാൻ വ്ളോഗർ രാജു രാജ. എന്റെ ചാനൽ പെരിന്തൽമണ്ണ വൈബ്സ്. മോർ ദാൻ 50K റീച്ചുണ്ട്. ഓ, ദാറ്റ്സ് ഗ്രേറ്റ്. എന്താ അറിയേണ്ടത്? ചോദിച്ചോളൂ. നിങ്ങൾ സിസ്റ്റേഴ്സ് ആണോ? ഏയ് അല്ല, ഞാൻ ഡോക്ടർ പമീലി. ഇതെന്റെ മൂത്ത മോളാണ് ഋതു. വാവ്, നിങ്ങൾ അമ്മയും മോളുമാണോ? വണ്ടർഫുൾ. ഗായ്സ്, നമ്മളിപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത് തലമുറകളുടെ സംഗമമാണ്. ജെൻഎക്സ് അമ്മയും ജെൻസി മോളും ഒരുമിച്ച് നൃത്തം ചെയ്യാൻ പോവുകയാണ്. ആ അപൂർവ കാഴ്ച നമുക്കൊന്ന് കാണാം ഗായ്സ്. நறுமுகையே நறுமுகையே
நீ ஒரு நாழிகை நில்லாய் செங்கனி ஊறிய வாய் திறந்து நீ ஒரு திருமொழி சொல்லாய் அற்றை திங்களன் நிலவில் நெற்றி தரள நீர் வடிய கொற்ற பொய்கையாடியவள் நீயா அற்றை திங்களன் நிலவில் நெற்றி தரள நீர் வடிய கொற்ற பொய்கையாடியவள் நீயா திருமகனே திருமகனே நீ ஒரு நாழிகை பாராய் வெண்ணிற புறவியில் வந்தவனே மேல்விழி மொழிகள் கேளாய் நெற்றி திங்களன் நிலவில் கொற்ற பொய்கையாடுகையில் ஒற்றை பார்வை பார்த்தவனும் நீயா அற்றை திங்களன் நிலவில் கொற்ற பொய்கையாடுகையில் ஒற்றை பார்வை பார்த்தவனும் நீயா ആലായാൽ തറ വേണം അടുത്തോരമ്പലം വേണം ആലിന്നു ചേർന്നൊരു കുളവും വേണം ആലായാൽ തറ വേണം അടുത്തോരമ്പലം വേണം ആലിന്നു ചേർന്നൊരു കുളവും വേണം കുളിപ്പാനായി കുളം വേണം കുളത്തിൽ ചതാമര വേണം കുളിച്ചു ചെന്നകം പൂകാൻ ചന്ദനം വേണം മാലായാൽ തറ വേണം അടുത്തോരമ്പലം വേണം ആലിന്നു ചേർന്നൊരു കുളവും വേണം പൂവായാൽ മണം വേണം പൂമാനായാൽ ഗുണം വേണം പൂവായാൽ മണം വേണം പൂമാനായാൽ ഗുണം വേണം പൂമാനി മകളായാൽ അടക്കം വേണം നാടായാൽ നൃപ്പൻ വേണം അരികെ മന്ത്രിമാർ വേണം നാടായാൽ നൃപൻ വേണം അരികെ മന്ത്രിമാർ വേണം നാടിനു ഗുണമുള്ള പ്രജകൾ വേണം യുദ്ധത്തിങ്കൽ രാമൻ നല്ലു കുലത്തിങ്കൽ സീത നല്ലു യുദ്ധത്തിങ്കൽ രാമൻ നല്ലു കുലത്തിങ്കൽ സീത നല്ലു ൂണുറക്കമുപേക്ഷിപ്പാൻ ലക്ഷ്മണൻ നല്ലു പടയ്ക്കു ഭരതൻ നല്ലു പറവാൻ പൈങ്കിളി നല്ലു പടയ്ക്കു ഭരതൻ നല്ലു പറവാൻ പൈങ്കിളി നല്ലു പറക്കുന്ന പക്ഷികളിൽ ഗരുഡൻ നല്ലു ചേർന്നൊരു കുളവും ഗായ്സ്, ഈ ഡാൻസ് പെർഫോമൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? എനിക്ക് ജനറേഷൻ ഗ്യാപ്പ് ഒന്നും ഫീൽ ചെയ്തില്ല. ഇവിടെ ഈ 90s പ്രൊഡക്റ്റായ അമ്മയും 2K കിഡായ മകളും ഒരേ വൈബിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയി ഇടണേ, മറക്കരുതേ.
രാജു 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 എന്താടാ? രാജു അവിടെ അവിടെ എവിടെ? ആ സെമിത്തേരിയുടെ അടുത്ത്. എന്തിന്റെ അടുത്ത്? സെമിത്തേരി ശവപ്പറമ്പിന്റെ അടുത്ത്. ശവപ്പറമ്പിന്റെ അടുത്ത് ഒരു പെണ്ണ്. ഒരു പെണ്ണ? എന്താടാ കാര്യം? കൂടെ ഒരു ചെക്കനും കൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു സ്കൂപ്പ് കിട്ടിയനെ. രാജു എനിക്ക് പേടിയാകുന്നു രാജു. പേടിയോ? നിങ്ങൾ ജെൻസികൾക്കൊക്കെ പേടിണ്ടോടാ? ചുമ്മാ ആളെ ഫൂളാക്കല്ലേ. രാജു രാജു അവിടെ കണ്ട പെണ്ണ്. പെണ്ണ്? അവിടെ കണ്ട പെണ്ണ് അതൊരു പെണ്ണല്ല രാജു. പിന്നെ? എനിക്കറിയില്ല രാജു. പക്ഷെ ഞാൻ കണ്ടതാ. എന്ത്? ആ പെണ്ണിന്റെ കണ്ണില് ചുവന്ന വെളിച്ചം. ഇരുട്ടത്ത് കണ്ടിങ്ങനെ ചുവന്ന നിറത്തില് തിളങ്ങണ്. ചുവന്ന നിറത്തിലോ? നിനക്ക് തോന്നിയതായിരിക്കും. അല്ല രാജു, ഞാൻ കണ്ടതാ. നിനക്ക് ഉറപ്പാണോ? അതെ. എന്നാ വാ, നമുക്കൊന്ന് പോയി നോക്കാം. ഞാനില്ല, രാജു പോയി നോക്കിക്കോ. ഞാൻ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല, നീ കൂടെ വാ. എന്റെ രാജു, ഞാൻ ചത്താനും വരില്ല, രാജു പോയി നോക്കിയാ മതി. എടാ, വല്ല ഡിങ്കോളിഫിക്കേഷനൊക്കെ ആണെങ്കിലോ നമ്മളത് അങ്ങോട്ട് വൈറലാക്കില്ലേ, വ്യൂസ് ഒക്കെ കിട്ടില്ലടാ. വാടാ ചക്കരേ, നീ ആ ക്യാമറ ഒക്കെ റെഡി ആക്കിട്ട് വാ. വാടാ, ഇങ്ങോട്ട് വാ. രാജു, ഞാൻ പറഞ്ഞില്ലേ, ദേ ആ പെണ്ണ്. ശരിയാണല്ലോ, ഇവളെന്താ ഈ സമയത്ത് അത് ഒറ്റയ്ക്ക്? പ്രേതമാണോ രാജു? മരിച്ചുപോയ വല്ല അലുമിനിയുടെയും പ്രേതം. നിന്റെ എന്റെയും കയ്യില് അമ്പലത്തിന് കെട്ടി തന്ന ചരടില്ലേ, പേടിക്കണ്ടാ. അതിനത് ക്രിസ്ത്യാനി പ്രേതാണെങ്കിലോ? അപ്പൊ കുരിശ് കാണിച്ചാ മതിയടാ. അതിന് കുരിശെവിടെ? പള്ളിയുടെ മുകളിലുണ്ട്, ചൂണ്ടി കാണിച്ചാ മതി. എടാ, ഞാനൊന്ന് മുട്ടി നോക്കട്ടെ, നീ വീഡിയോ പിടിക്കണേ, മിസ്സാക്കരുതേ, ഫുൾ വീഡിയോ കിട്ടണേ. ഹലോ മേഡം, സിസ്റ്റർ, ചേച്ചി. രക്തം മുഴുവൻ നീയേ, മൊത്തം ഉലകം നീയേ, കാറ്റും തണലും നീയേ, നീയേ കത്തും മുറിവും നീയേ, എൻ തെറ്റും ശരിയും നീയേ, എൻ കനവും കഥയും നീയേ, നീയേ നീയേ നീയേ. മരണം വരെ നീയോക്കാൻ ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി, പ്രേമത്തെ സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. പോകേൻ വല്ല പൂക്കളും ഞാനാകും ഓർമ്മയും നിന്നുള്ളിൽ കാക്കുന്ന കർത്താവിന്. മരണം വരെ നീയോക്കാൻ മരണം വരെ നീയോക്കാൻ. ലൈറ്റ്സ് ഓൺ. അമ്പിളി കിട്ടിയില്ലേ? ആ യെസ്. എവിടെ നോക്കട്ടെ? സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങളൊക്കെ ആരാ? എടാ യൂട്യൂബറേ, ഞങ്ങള് യൂട്യൂബേഴ്സ് ആടാ. ഫേസസ് ഓഫ് പ്രസന്റേഷൻ കേട്ടിട്ടുണ്ടാ? ഇല്ലെങ്കി ഇപ്പൊ കേട്ടാ. എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? നീ യൂട്യൂബർ മാത്രല്ലല്ലോ, കണ്ടന്റ് ക്രിയേറ്ററും കൂടിയല്ലേ? അതൊന്നും നാട്ടുകാരെ അറിയട്ടടാ. നിന്റെ കുളിർമലയിലെ പുലി, ബൈപ്പാസിലെ ആനാക്കൊണ്ട, അതൊക്കെ ക്രിയേറ്റഡ് അല്ലേടാ. അനാക്കൊണ്ടെന്നൊന്നും ഞങ്ങള് പറഞ്ഞിട്ടില്ല. അനാക്കൊണ്ട പോലിരിക്കണ പാമ്പ് എന്നാണ് പറഞ്ഞത്. അപ്പൊ കുളിർമലയിലെ പുലിയോ? ആ വീഡിയോ വൈറലായില്ലേ, അതിനുശേഷം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എത്ര കൂടി? കുളിർമലയുടെ തൊട്ടപ്പുറത്ത് മണ്ണാർമലയിൽ പുലി വന്നില്ലേ, അപ്പൊ പിന്നെ കുളിർമലയിലും വരാലോ. അത് ശരി. എന്നെങ്കിലും വരാൻ പോണ പുലിയുടെ കാലിന്റെ അടയാളാണ് താൻ ഫോട്ടോ എടുത്ത് നാട്ടുകാരെ കാണിച്ചത്. ഓ, ഭയങ്കരം തന്നെ.
കണ്ടിരുന്നൂലേ, ശരിക്കും ഒറിജിനൽ ആണെന്ന് തോന്നൂലേ. അത് ഞാൻ ഉണ്ടാക്കിയതാ. ആണോ? മോനുണ്ടാക്കിയതാ? ഓ മിടുക്കൻ. എങ്ങനെ ഉണ്ടാക്കിയതെന്നൊന്ന് പറഞ്ഞേ കേക്കട്ടെ. അത് സിമ്പിൾ അല്ലേ. വീട്ടിലുള്ള പൂച്ചയുടെ കാൽപ്പാട് മാക്രോ ലെൻസ് വെച്ച് ഫോട്ടോ എടുക്കണം. അപ്പൊ അത് കണ്ട പുലിയുടെ തോന്നൂ. എങ്ങനെയുണ്ട്? അത് പിന്നെ നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് മസാല ഒക്കെ ചേർക്കേണ്ടി വരില്ലേ? ആൾക്കാർക്ക് അതൊക്കെ ഇഷ്ടം. നിങ്ങളും വ്ളോഗേഴ്സ് അല്ലേ, നിങ്ങൾക്ക് അറിയാലോ. എടോ, വ്ളോഗർ ആവാൻ മിനിമം ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട, ശരിയാണ്. പക്ഷെ ലേശ ഉളുപ്പ്, കുറച്ച് എത്തിക്സ്. മനുഷ്യന്മാരിങ്ങനെ നുണ പറഞ്ഞു പറ്റിക്കരുത്. ഇയാളുടെ വീഡിയോകളുടെ തലക്കെട്ടും അതിന്റെ കണ്ടന്റും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല. ഇത് കണ്ടോ? ദേ ഇപ്പൊ ഇട്ടതാണ്. പെരിന്തൽമണ്ണയിലെ പ്രശസ്തമായ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സദാചാര പോലീസ്. എന്താടോ ഇത്? സദാചാര പോലീസ് എന്നല്ല, പോലീസോ ക്വസ്റ്റ്യൻ മാർക്ക്. മുഴുവൻ കണ്ടു കഴിയുമ്പോ മനസ്സിലാവും അങ്ങനെ ഒന്നുമില്ലാന്ന്. ആ മനസ്സിലായി. വല്ലാതെ വിശദീകരിക്കണ്ടാട്ടാ. വേഗം സ്ഥലം വിട്ടോ. ഇല്ലെങ്കിലേ തന്റെ വ്ളോഗ്സിന്റെ പിന്നിലെ സത്യാവസ്ഥകളും പിന്നെ തന്റെ പ്രേതത്തിനെ കണ്ട് പേടിച്ചുള്ള ഓട്ടല്ലേ, അതൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പുറത്തു വിടും. അല്ല, അങ്ങനെ പോയാലെങ്ങനെയാ? ബാക്കി പരിപാടികളുടെ വീഡിയോ എടുക്കണ്ടേ? അത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് ഞങ്ങളുടെ ഫേസസ് ഓഫ് പ്രസന്റേഷനിൽ കാണിച്ചോളാം. ചേട്ടൻ ചെല്ല് വേഗം സ്ഥലം വിട്ടോ. എടാ ചെക്ക, ഇങ്ങോട്ട് വന്നേ. ഇവിടുന്ന് ഷൂട്ട് ചെയ്തതെല്ലാം ഡിലീറ്റ് ആക്കിയേക്കണം. ഇല്ലെങ്കിൽ നിന്റെ പുലിക്കഥ അത് ഞങ്ങൾ അങ്ങോട്ട് ഫ്ലാഷ് ആക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, ഇത് ഡോഗ് വെന്റ് മാർക്കറ്റായി. വേസ്റ്റ് ഓഫ് ടൈം. ഒന്ന് പോടേ. നീ ധൈര്യമായിട്ട് തമ്മിലിടറാ. പെരിന്തൽമണ്ണയിലെ പ്രശസ്തമായ സ്കൂളിൽ പ്രേതബാധയോ? എന്റെ പൊന്നെ, നമ്മളിത് വൈറലാക്കുവടാ. എന്റെ രാജണ്ണ സമ്മതിച്ചു കേട്ടോ. ഫേസസ് ഓഫ് പ്രസന്റേഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനോഹരമായ പാട്ടുകളുമായി നമ്മുടെ ഗായകന്മാരും ഗായികമാരും ഇവിടെ കാത്തിരിക്കുകയാണ്. ആദ്യത്തെ പാട്ട് പാടാൻ വരുന്നത് ഡോക്ടർ രാം നാരായണൻ. നമുക്ക് അദ്ദേഹത്തിന്റെ പാട്ടൊന്ന് കേൾക്കാം. സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം? സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം? ഒരു ഗദ്ഗതമായി മനസ്സിലുണരും ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം? പിരിഞ്ഞു പോകും നിനക്കിനി കഥ മറക്കുവാനേ കഴിയൂ. പിരിഞ്ഞു പോകും നിനക്കിനി കഥ മറക്കുവാനേ കഴിയൂ. നിറഞ്ഞ മാറിലെ ആദ്യ നഖക്ഷതം മറയ്ക്കുവാനേ കഴിയൂ. കൂന്തലാ മറയ്ക്കുവാനേ കഴിയൂ. സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം? എന്റെ പൊന്ന് രാമേട്ടാ, ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ഈ സെന്റി പാട്ടൊക്കെ ഒന്ന് മാറ്റിപ്പെടി. വല്ല ഫാസ്റ്റ് നമ്പർ ഇട്ടോട്.
ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും ഇഷ്ടാവില്ല കേട്ടാ. ദേ അവരൊക്കെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. എന്തോന്ന് ഫാസ്റ്റ് പാട്ട്. എടോ, ഈ ഓൾഡ് ഗോൾഡ് എവർഗ്രീൻ പാട്ടുകൾക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു പുതിയ പാട്ടുകൾ നീ പറ. ഒരു പാട്ട്. കുറച്ച് പ്രായമാകുമ്പോൾ ഒരു പ്രത്യേക തരം സൂക്കേടാണിത്. പഴയതെല്ലാം നല്ലത്, പുതിയതെല്ലാം ചീത്ത. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ തന്ത വൈബ്. കേട്ടടാ, കേട്ടു. അതെ, ഈ പഴുത്തല വീഴുമ്പോ പച്ചില ചിരിക്കും. നീയും പഴുക്കോട്ടാ. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ. പക്ഷെ നീ ഒരു കാര്യം ഓർത്തോ, നീ പറയുന്ന ഇപ്പോൾ ഇറങ്ങുന്ന മിക്കവാറും എല്ലാ പാട്ടും മുൻപ് വന്നിട്ടുള്ള പാട്ടുകളുടെ കോപ്പിയാ. അങ്ങനെ വെറുതെ അങ്ങോട്ട് പറഞ്ഞാൽ എങ്ങനെ? നിങ്ങൾ പാടിക്കാണിക്കേ, അപ്പൊ വിശ്വസിക്കാം. തെളിയിക്കാം. നീ പാട്, നമുക്ക് നോക്കാലോ. പാടടാ. പാടാ. പാട്. നീ ഏത് പാട്ട് പാടിയാലും അതുപോലെയുള്ളൊരു പഴയ പാട്ടുണ്ടാവും. ഒന്നെങ്കിൽ മലയാളത്തില്, അല്ലെങ്കിൽ ഹിന്ദിയിലോ തമിഴിലോ. ശരി, നോക്കാം. ദാ പിടിച്ചോ. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീജികൾ. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീജികൾ. പുഞ്ചിരിക്കൊരു പൂച്ചെണ്ടു തന്നു പുഷ്യരാഗമരീചികൾ. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീജികൾ. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീജികൾ. എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു അവർ. എൻ്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങു തീർത്തു. നിന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു അവർ. നിന്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങു തീർത്തു. നിന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു. കലക്കി മക്കളെ, കലക്കി. ഇവന്റെ വീണക്കമ്പി അവന്റെ കണ്ണിൽ തന്നെ കറക്റ്റായിട്ട് കൊണ്ടു. നമുക്ക് അങ്ങോട്ട് കൊഴുപ്പിച്ചാലോ? എന്ത് കൊഴുപ്പിക്കാൻ? സിനിമാ പാട്ടുകൾക്കിടയിലെ കോപ്പിയടി വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു CID പണി. നമ്മള് പല ജനറേഷനിലുള്ള പാട്ടുകാർ ഇവിടെ ഇല്ലേ? ഒരു കൈ നോക്കാന്നേ. നോക്കാം അല്ലേ? നോക്കാം. ഓക്കെ, റെഡി? ഓക്കെ, ഞാനും ഓക്കെ. എന്നാ 2 ഗ്രൂപ്പുകാരും ആളെ കൂട്ടിക്കോ. ഗിരീഷിന്റെ ഗ്രൂപ്പ് ന്യൂജൻ ഗ്രൂപ്പ്, റാമിന്റെ ഗ്രൂപ്പ് നൊസ്റ്റാൾജിയ ഗ്രൂപ്പ്, അതായത് നൊസ്റ്റു ഗ്രൂപ്പ്. ഞാൻ റെഫറി ആവണമെങ്കിൽ വിസിൽ വേണം. വിസിലുണ്ടോ? പിടിച്ചോ. സെറ്റ്. സുഹൃത്തുക്കളെ, കാവിലെ പാട്ട് മത്സരം പോലെ ഇവിടെ ഒരു മത്സരം തുടങ്ങാൻ പോവുകയാണ്. എല്ലാ പാട്ടുകളും കോപ്പിയടികളല്ല, പക്ഷെ കോപ്പി അടിച്ച പാട്ടുകൾ ഏതൊക്കെ, അതെവിടെ നിന്ന് കോപ്പി അടിച്ചെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. അന്താശരിയാണോ? ഇത് വെറും പാട്ട് മത്സരമാണ്. എത്തിയല്ലോ. 2 ഗ്രൂപ്പും എത്തി. ഫാസ്റ്റ് നമ്പർ സോങ്സ് ഒക്കെ ന്യൂജൻ ഗ്രൂപ്പ് പാടുന്ന പാട്ടുകൾ കോപ്പിയടിയാണെങ്കിൽ അത് നൊസ്റ്റു ഗ്രൂപ്പ് പാടി തെളിയിക്കണം. അതെ, ഞാനും നിങ്ങളുടെ കൂടെ കൂടട്ടെ. നിങ്ങളല്ലേ പഴയ ഗാനത്തിന്റെ ആൾക്കാര്? അതിന് താനാരാ? ഞാനാരാ? ഞാൻ പഴയ ഗാനങ്ങളുടെ ഒരു ആരാധകനാണ്. പക്ഷേ താൻ ഇവിടുത്തെ അലുമിനിയാണോ? ഞാൻ അലുമിനിയം ചെമ്പൊന്നല്ല, ഞാൻ ഒറിജിനൽ സ്വർണ്ണാണ്. ഞാനേ പഴയ പാട്ടുകളൊക്കെ സൂപ്പറായിട്ട് പാടും. ശരിക്കും? പിന്നെ ഒരു ചാൻസ് തന്നോക്കൂ നിങ്ങൾ. ആണോ? എന്നാ നോക്കാം. പക്ഷെ വെള്ളിയില്ലാണ്ട് പാടണം. പിന്നെ റെഡിയാണ്. ഇയാൾ കുടിച്ചിട്ടുണ്ടോ? ഏയ്, ഉണ്ടോ? താൻ കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ, കള്ളം കുടിച്ചിട്ടാണോ താൻ ഈ പരിപാടിക്ക് വന്നിരിക്കുന്നത്? കള്ളല്ല, സർവത്ത്. സർവത്താണോ? എന്നാ കുഴപ്പമില്ല. അപ്പൊ 2 ഗ്രൂപ്പും റെഡി. നമുക്കൊരു പ്രാർത്ഥനയോടെ അങ്ങോട്ട് തുടങ്ങാം അല്ലേ? പ്രാർത്ഥനയെങ്കിൽ പ്രാർത്ഥന തുടങ്ങട്ടെ. തുടങ്ങിക്കോളൂ. പ്രാർത്ഥനന്റെ മുമ്പ് എല്ലാരും ഇങ്ങനെ കൈകൂപ്പി നിൽക്കണം. ഇങ്ങനെ സ്കൂളിൽ നിൽക്കണ പോലെ കണ്ണടച്ചിട്ട്. അപ്പൊ ശരി. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും
കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. हमको मन की शक्ति देना मन विजय करे. हमको मन की शक्ति देना मन विजय करे. दूसरों की जैसे पहले खुद को जय करे. दूसरों की जैसे पहले खुद को जय करे. കണ്ടോ റഫറി മാഡം കണ്ടോ? ഇത് പ്രാർത്ഥന വരെ കോപ്പിയടിയാണ്. നോക്കാം, നമുക്ക് നോക്കാം. അടുത്ത പാട്ട് പോരട്ടെ. വരട്ടെ. ഓർമ്മകളോടെ കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ ഓർമ്മകളോടെ കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. തടവത്ത് തോണിയെടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. ഇന്ന് കടവത്ത് തോണിയെടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. കണ്ട നമ്മുടെ നയലാട്ടം കണ്ടപ്പത്തിനും ന്യൂജൻസ് നിക്കറിലാണ് മുള്ളി. അങ്ങനെ ഒരു നയല് കാണുമ്പോ പേടിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ ന്യൂജൻസാ. എന്നാ പോരട്ടെ ന്യൂജൻസിന്റെ അടുത്ത പാട്ട്. കസവിന്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലുസുമിട്ടൊരു മുഞ്ചത്തി. കൂന്താലിപ്പുഴയൊരു വമ്പത്തി. കൂന്താലിപ്പുഴയൊരു വമ്പത്തി. കസവിന്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലുസുമിട്ടൊരു മുഞ്ചത്തി. കൂന്താലിപ്പുഴയൊരു വമ്പത്തി. കൂന്താലിപ്പുഴയൊരു വമ്പത്തി. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ. പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ. പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ. തനതിന്റെ താനതിന്റെ തിന്തിന്നോ. താനിന്നി താനതിന്റെ താനിന്നോ. തനതിന്റെ തനതിന്റെ തിന്തിന്നോ. താനിനി തനതിന്റെ താനിന്നോ. ആഹാ, അത്രക്കായോ? എന്നെ പിടിച്ചോ. പുന്നാരപ്പൂങ്കാട്ടിൽ ഒരു കുഞ്ഞാഞ്ഞിലിച്ചോട്ടിൽ ചെന്നേറിയാൽ കാണാം മഴവില്ലാം കിളിക്കൂട്. ഒന്നാം കിളിപ്പാട്ടിൻ കഥ ചൊല്ലിടുമാ കാറ്റിൽ. ഒന്നായൊന്നിച്ചാടി ചെറുവണ്ണാം കിളിക്കൂട്ടം. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ്. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ്. ചിരിക്കാറില്ല ചിരിച്ചാൽ. ചിരിക്കാറില്ല ചിരിച്ചാൽ ഒരു പൂങ്കുഴലി. തളിരും കോരി കുളിരും കോരി 100 പാലും കുറിയും തൊട്ട് നടക്കും പെണ്ണ്. കരയാറില്ല
കരഞ്ഞാൽ കരയണ് കരയണ്ട കേട്ടോ, സാരല്ല. എന്തായി ഞാൻ പറഞ്ഞില്ലേ, ഈ പഴയ റെക്കോർഡ് പ്ലെയർ അങ്ങോട്ട് ഓൺ ചെയ്ത് വെച്ച് അത് കേട്ട ഓരോന്ന് എഴുതി ഉണ്ടാക്കി എന്നിട്ട് പറയാൻ ന്യൂ ജനറേഷൻ സംഗതികളാണെന്ന്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിരുത്താൻ വരട്ടെ. എടാ ഗിരീഷേ, നിന്റെ ആ മാസ്റ്റർ പീസ് ഐറ്റം അങ്ങോട്ട് തട്ടി വിട് പോനെ. അവരെന്ത് ചെയ്യുന്ന കാണാലോ. മാസ്റ്റർ പീസ് പോരട്ടെ, പീസ് പോരട്ടെ. കളിവീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ, ഒരു നോക്കു കാണുവാനെൻ ആത്മാവ് തേങ്ങുന്നല്ലോ. തഴുകുന്ന തിരമാലകളെ, ചിരിക്കുന്ന പൂക്കളെ, തഴുകുന്ന തിരമാലകളെ, ചിരിക്കുന്ന പൂക്കളെ, അറിയില്ല നിങ്ങൾക്കെൻ്റെ അടങ്ങാത്ത ജന്മദുഃഖം. കളിവീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ. എന്താ പാടുക? ഏതാ നിനക്ക് ഏതെങ്കിലും പാട്ട് കിട്ടുന്നുണ്ടോ? നീ ഉറങ്ങി നിൽക്കാതെ മറുപടി പാട്ട് പാടി കൊടുക്ക്. അതിന് കിട്ടണ്ടടോ. ഇയാളൊന്നും മിണ്ടാതിരിക്കടോ, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെന്ന്. ഈ ആലോചിക്കുമ്പത്തിനും അവര് പാടിത്തീരും. सरजी, सरजी, अरे ओ सरजी, मैं उधर आऊं? ഏതാ പെണ്ണ്, എന്താ അവള് പറയണത്? അവള് ഇങ്ങോട്ട് വന്നോട്ടേന്ന്. ഒന്ന് വേഗം വരാൻ പറയേ, ഹിന്ദിയിൽ പറയേ. അവരു വാ, അവരു വാ, ആവോ ആവോ ആവോ. आपने जो गाना गाया था ना, बिल्कुल वैसा ही एक गाना हमारे हिंदी सिनेमा में भी है. അല്ല, എന്താ പെണ്ണ് പറഞ്ഞേ? എന്താ പറഞ്ഞേ? പറ, എന്താ പെണ്ണ് പറഞ്ഞേ? അതേ, അവന്റെ മാസ്റ്റർ പീസ് പോലത്തെ ഒരു പാട്ട് പണ്ട് ഹിന്ദിയിൽ വന്നിട്ടുണ്ട്, അത് അവള് പാടട്ടേന്ന്. ആ പിന്നെ പാടിക്കോട്ടെ, പാടിക്കോട്ടെ. ഏയ് പറ്റില്ല 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 പറ്റില്ല. ഈ ഹിന്ദിക്കാർക്കൊക്കെ കയറി പണിയെടുക്കാത്ത എന്താ കോൺക്രീറ്റ് പണിയോ? കുട്ടി ഇവിടുത്തെ ഓൾഡ് സ്റ്റുഡൻ്റ് ആണോ? अरे नहीं नहीं नहीं, नान ओल्ड स्टूडेंट नहीं, मेरे पति मेरे हस ओल्ड स्टूडेंट है, एल्यूमिनियम. अरे नहीं नहीं, एल्यूमिनी. അപ്പൊ കുഴപ്പമില്ല, കുട്ടി പാടിക്കോ, മോള് പാടിക്കോ, ഞാൻ നോക്കിക്കോളാം. ഇവിടെ ആരും ഒന്നും കുട്ടിനെ ചെയ്യൂല, ഞാനുണ്ട് ഇവിടെ. नहीं नहीं, आप हट जाइए प्लीज. निंगल मारिको. आप गाइए ना. सर जी, आपने जो अभी गाना गाया था ना, वो एक बार फिर गाइए ना. ആ പാട്ട് ഒന്നുകൂടി പാടുവോ? പാടാലോ, എത്ര വേണേലും പാടാലോ. നീ എത്ര പ്രാവശ്യം പാടും? ഈ കുട്ടിക്ക് വേണ്ടി ഞങ്ങൾ എത്ര വേണേലും പാടാം. ഞാനും. അയ്യടാ. കളിവീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ. घर से निकलते ही कुछ दूर चलते ही रास्ते में है उसका घर. कल सुबह देखा तो बाल बनाती हूँ, खिड़की में आई नजर. घर से निकलते ही कुछ दूर चलते ही रास्ते में है उसका घर. കളിവീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ. കണ്ടാ പണി ഹിന്ദിയിലും കിട്ടും. ധൈര്യം ഉണ്ട് അടുത്ത പാട്ട് പാടറ മോനെ. ഞാൻ ഉറപ്പ് പറയാ, അതും കോപ്പി അടിയിരിക്കും. കോപ്പിയടിയാവും, അത് അറിയുള്ളൂ അവർക്ക്. കുട്ടി
ഞാൻ പാടട്ടെ? പാടിക്കോടാ, ഞാനും കൂടാ. സന്നിലാവൊത്ത പെണ്ണല്ലേ, രംഗീല പെണ്ണല്ലേ, തങ്കക്കിനാവിന്റെ കസവല്ലേ, കല്യാണ പെണ്ണല്ലേ, ഏഴാം കടലിന് അക്കരെ നിന്ന് വന്നേ പെണ്ണേ കുമാരൻ. കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി, മുത്തോട് മുത്തുവച്ച വള കിലുക്കി, കയ്യിൽ മുത്തോട് മുത്തുവച്ച വള കിലുക്കി, മന്ദാരക്കുളങ്ങരെ കുളിച്ചൊരുങ്ങി, മംഗല്യ തട്ടമിട്ട പുതുക്ക പെണ്ണ്, മാറിൽ മഞ്ചാടി മറുകൊള്ള മിടുക്കി പെണ്ണ്. കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി, മുത്തോട് മുത്തുവച്ച വള കിലുക്കി, കയ്യിൽ മുത്തോട് മുത്തുവച്ച വള കിലുക്കി. തകതികദാന ദിഗദാന തക തകതികദാന ദിഗദാന തകതികദാന ദിഗദാന തക തകതികദാന ദിഗദാന തകതികദാന ദിഗദാന തകതികദാന ദിഗദാന. അതെ, എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, ഇത് പാട്ടു മത്സരമാണ്, അല്ലാതെ പഞ്ചാര മത്സരമൊന്നുമല്ല. ഈ പെണ്ണിന് ഇവിടെ നിന്നാ ശരിയാവൂല. ജാവോ ജാവോ ജാവോ, ആവോ ജാവോ, പോടി പെണ്ണെ. അത് പാടുന്ന കാണാന് നല്ല രസമുണ്ടല്ലോ. പിന്നെ എന്തിനാ കുട്ടീനെ പറഞ്ഞേക്കണ്? ആ കുട്ടി പോവാണെങ്കിൽ ഞാനും പോവാട്ടോ. എന്നാ താനും പൊക്കോ. എന്നാ ഞാൻ പോണില്ല. സുഹൃത്തുക്കളെ, മത്സരം ഏകദേശം പകുതിയോളം എത്തിയപ്പോ തന്നെ ഒരു കാര്യം നമുക്ക് ഉറപ്പായി. നമ്മളിൽ പലരും പലപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന പല ഹിറ്റ് പാട്ടുകൾക്കും അപരന്മാരുണ്ട് സുഹൃത്തുക്കളെ, അപരന്മാരുണ്ട്. ഇതുപോലുള്ള അപരന്മാരെ നമുക്ക് മറ്റു ഭാഷകളിലും കണ്ടെത്താൻ കഴിയും. ഇല്ലേ ഇല്ലേ ഇല്ലേ? ഉണ്ടോ ഉണ്ടോ ഉണ്ടില്ലേ? ഉണ്ടാവൂലോ, ഉണ്ടാവണല്ലോ. പാട്ടുകാരെ, രണ്ട് ഗ്രൂപ്പുകാരും ഈ സംസ്ഥാനങ്ങളൊന്ന് മാറ്റിപ്പിടിക്കേ. ശരിയാട്ടോ. ഈ ചില തമിഴ് പാട്ടുകൾ കേൾക്കുമ്പോ ചില മലയാളം പാട്ടുകൾ ഓർമ്മ വരും. അതെ. ഈ ചില മലയാളം പാട്ട് കേൾക്കുമ്പോഴോ കുറെ തമിഴ് പാട്ട് ഓർമ്മ വരും. അതെ. ഞാനൊരു തമിഴ് പാട്ട് പാടാം. പാടിക്കൊടുക്ക. നിങ്ങൾക്ക് ഏതെങ്കിലും മലയാളം പാട്ട് ഓർമ്മ വരുന്നുണ്ടോ എന്ന് നോക്ക്. അത് ഓർമ്മ വരില്ല, ഒരു ഡ്യൂപ്ലിക്കേറ്റാ. നമുക്ക് നോക്കാം, നമുക്ക് നോക്കാം. നോക്ക്. താൻ പോടോ, നിങ്ങൾ പാട്, ഞങ്ങൾ നോക്കട്ടെ. പാടിക്കൊടുക്കങ്ങോട്ട്. നില பேசுவதில்லை, அது ஒரு குறை இல்லையே, குறை அழகென்று கொண்டா வாழ்க்கையில் எங்கும் பிழை இல்லையே. மௌனம் பேசும் போது சத்தம் கேட்க மாட்டேன், மூதாம் பிறையிலுள்ளே நிலவை தேட மாட்டே, வாழ்வோ துவர்க்கதடி வயசோ கசக்கதடி, செய்கையிலே என மன்னித்து சாபம் தீரடி. ஓ I'm sorry, I'm sorry, I'm sorry, hey hey, I'm sorry, I'm sorry, I'm sorry. Hey Saloma, 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 hey hey, Saloma, Saloma, Saloma. Walking in the moonlight, I am thinking of you. Listening to the raindrops, I am thinking of you. கண்ணால் பேசும் பெண்ணே என்னை மன்னிப்பாயா, ஒரு கவிதை தமிழில் கேட்டேன் என்னை மன்னிப்பாயா. അടിപൊളി. തമിഴ് മലയാളം കോപ്പി കോപ്പി. ഇത് കലക്കി. ഇനി ഹിന്ദി മലയാളം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഉണ്ടാവൂലേ? ഉണ്ടാവൂലേ? ഓ, ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളൊരു മലയാളം പിടി, ഞങ്ങൾ ഹിന്ദിയും കൊണ്ട് വരാന്നേ. ഓക്കെ, ഞാനൊരു പാട്ട് പാടാം. പാടിക്കോ പാടിക്കോ. അതല്ല, ഞാനൊരു പാട്ട് പാടാം. എത്ര നേരം പാടിയതല്ലേ നിങ്ങള്? അതല്ലടോ, ഞാനൊരു പാട്ട് പാടാം. ഞാനൊരു പാട്ടു പാടാം, കുഞ്ഞുമണി വീണമിട്ടാം, പാട്ടു കേട്ടു പൂവാലാട്ടും. നാട്ടുമൈനെ നീ അറിഞ്ഞോ, ഇല്ലിമുളം കൂട്ടിൽ പാടും കുറുമ്പിയാമന്റെ കുറിഞ്ഞു തുമ്പിയെ താലി കെട്ടിക്കൊണ്ടുപോകും, ഞാൻ കൊണ്ടുപോകും. मेरे सोहर जबी तुझे मालूम नहीं, तू अभी तक है हंसी और मैं जवान, तुझ पे कुर्बान मेरी जान मेरी जान. मेरे सोहर जबी तुझे मालूम नहीं, तू
अभी तक है हंसी और मैं जवान तुझ पे कुर्बान मेरी जान मेरी जान तुझ पे कुर्बान मेरी जान मेरी जान तुझ पे कुर्बान मेरी जान मेरी जान കണ്ട കോപ്പി കറക്റ്റ് കോപ്പി അതെന്നെയാണ്. ഇത്രയ്ക്ക് പറയാനൊന്നുമില്ല. നിങ്ങൾ ഈ കൊട്ടി ഘോഷിക്കുന്ന പഴയ മലയാളം പാട്ടുകളില്ലേ, ഈ 60കളിലെ 70കളിലൊക്കെ പഴയ പാട്ടുകൾ, അതൊക്കെ കോപ്പിയാണെന്ന് ഞങ്ങൾ തെളിയിച്ചു തരട്ടെ. പിന്നെ പി ഭാസ്കരൻ സാറ്, വയലാർ രാമവർമ്മ സാറ്, ഇതുപോലെയുള്ള ലെജൻസ് എല്ലാം കൊടി കുത്തി വാണിരുന്ന കാലത്ത് കോപ്പിയാ? ഒന്ന് പോടേ. ഉത്തരമുട്ടുമ്പോ കഞ്ഞണി കിട്ടാ. ആദ്യം കേൾക്ക്, എന്നിട്ട് കേട്ടിട്ട് പറയും. എന്താ കേക്കട്ടെ കേക്കട്ടെ. അകാലേ ആരും കൈവിടും നീ താനേ നിൻ സഹായം അകാലേ ആരും കൈവിടും നീ താനേ നിൻ സഹായം. ഇതേ 1951 ഇറങ്ങിയ ജീവിത നൗക എന്ന് പറയുന്ന മലയാള സിനിമയിലെ പാട്ടാണ് തന്നെ. ഇനിയേ 1949 ഇറങ്ങിയ ഒരു ഹിന്ദി സിനിമയുണ്ട്, ദുലാരി തന്നെ. അതിലത്തെ ഒരു പാട്ട് ഞാനിപ്പോ പാടാം. കേട്ടിട്ട് നിങ്ങൾ തന്നെ പറയും ഇത് കോപ്പിയാണോ അല്ലേന്ന്. सुहानी रात ढल चुकी ना जाने तुम कब आओगे सुहानी रात ढल चुकी ना जाने तुम कब आओगे. സൂപ്പർ സൂപ്പർ, ഇത് കോപ്പിയുടെ തന്നെയാണ്. എടോ താൻ ഏതാ ഗ്രൂപ്പ്? ഞാൻ AB പോസിറ്റീവ്. അതല്ല, താൻ നോസ്റ്റോ ആണോ ന്യൂജൻ ആണോ? ഞാൻ നെസ്റ്റോ. നെസ്റ്റോ എങ്കിൽ നെസ്റ്റോ. ഈ ആടിക്കളി നിർത്തിയൊന്ന് ഇവിടെ നിൽക്കുന്ന. ഇതൊന്നും അല്ല, നമ്മുടെയൊക്കെ അച്ഛനമ്മമാരുടെ ചെറുപ്പകാലത്തെ അവരെയൊക്കെ രോമാഞ്ചം കൊള്ളിച്ചിരുന്നൊരു പാട്ടുണ്ട്. ഏതാണെന്ന് ഞാൻ പറയണില്ല, പക്ഷെ അതിൻ്റെ ഒറിജിനൽ ഞാൻ പാടാം. അത് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മറ്റേത് ഓർമ്മ വരണ്ടോ ഒന്ന് നോക്ക്. पल भर में क्या हो गया वो मैं गई वो मन गया चुनरी कहे सुनरी पावन सावन लाया अब के साजन. രാഗേന്ദു കിരണങ്ങളൊളി വീശിയില്ല രജനീ കദംബങ്ങൾ മിഴിച്ചിമ്മിയില്ല നിദ്രാവിഹീനങ്ങളല്ലോ എന്നും അവളുടെ രാവുകൾ എന്നും അവളുടെ രാവുകൾ. ഫൗൾ ഫൗൾ, റഫറി ഫൗൾ അടിച്ചു, ഫൗൾ അടിച്ചു റഫറി. അയ്യോ, ഞാൻ അറിയാതെ പാടിപ്പോയതാണ്. ഈ സിസ്റ്റർമാരെ പേടിച്ചിട്ട് 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പോലും കോപ്പി അടിക്കാത്ത ഞാൻ എൻ്റെ പടച്ചോനെ, ഈ കോപ്പിയടി സാധനങ്ങളല്ലേ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം പാടിക്കൊണ്ട് നടന്നത്. പോട്ടെ മോനെ പോട്ടെ, ഒക്കെ ശരിയാവും. മത്സരം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് സുഹൃത്തുക്കളെ, കടക്കുകയാണ്. ഏത് ഗ്രൂപ്പാണ് കപ്പടിക്കാൻ പോകുന്നതെന്നറിയാൻ നമുക്ക് റാപ്പിഡ് ഫയർ റൗണ്ടിലേക്ക് അങ്ങ് കടക്കാം. ടീംസ്, ഗെറ്റ് റെഡി ഫോർ ദ റാപ്പിഡ് ഫയർ റൗണ്ട്. I am ready. തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക ദിമ്മി തോം തുടിതാളം തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക ദിമ്മി തോം തുടിതാളം. കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലുക്കിയ സുന്ദരി പെണ്ണു കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലുക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ.
മനസ്സിലൊരു നാണം पिया मिलन को जाना ओ पिया मिलन को जाना പിലിത്തുവൽ പൂന്നുള്ളി പ്രേമലോലനീ വഴി വരവായി जग की रात मन की मौज दोनों को निभाना എന്റെ മനസ്സിലൊരു നാണം ओ पिया मिलन को जाना ഇവരിത് കേറി പിടിക്കുകയാണല്ല. ഇനി കുറച്ച് ഫാസ്റ്റ് നമ്പേഴ്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണ ഗിരീഷേ, അപ്പൊ അവര് കുടുങ്ങും. പിന്നെ കുടുങ്ങും. നിങ്ങൾക്ക് ഫാസ്റ്റോ സ്ലോവോ എന്തു വേണമെങ്കിലും നിങ്ങൾ പാടിക്കോ. എന്നാ പിടിച്ചോ. ഒട്ടകത്തെ കെട്ടിക്കോ ഗെട്ടിയാക ഒട്ടിക്കോ വട്ട വട്ട പൊട്ടുകാരേ ഒത്തൊഴിക്ക ഒത്തുക്കോ പത്ത വെച്ച പത്തിക്കോ വായ് വെടിച്ച മുട്ടുകാരേ കുയിലിനെ തേടി കുതിച്ചു പായും മാറാ മട്ടുകുപ്പായക്കാരാ നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം ആ നെക്സ്റ്റ് എൻ കരളിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി സമ്മതമായി ചേർന്നു നിന്നാൽ ഉമ്മ തരാം രാക്ഷസി എൻ കരളിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി സമ്മതമായി ചേർന്നു നിന്നാൽ ഉമ്മ തരാം രാക്ഷസി കദളി കൺകദളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പുകാരാ കദളി കൺകദളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പുകാരാ. ഒരു ഹിന്ദി ഫാസ്റ്റ് നമ്പർ ഇട്ട് കൊടുക്കുക ഗിരീഷേ, അല്ലെങ്കിൽ നമ്മൾ പൊട്ടും. എന്ത് പൊട്ടും? മലയാളം തന്നെ നേരെ പാടാൻ വയ്യ വിൽക്ക്. എന്താ പിടിച്ചോ. സുനിയേ തോ അഴകിയ ലേല രുകിയേ തോ അവളി വെള്ളത് ചേല ക്യൂ ഹൈ ഗഫാ സന്തന വെയില കഹിയേ തോ ഇവൻ മന്മത പുയല ऐसी क्या जल्दी जाने की ഓ അഴകക്ക് ഇവൾ താൻ തായ്നാടാ सुनिए तो അഴകിയ ലേല रुकिए तो അവളി വെള്ളത് ചേല क्यों है गफा സന്തന വെയില कहिए तो ഇവൻ മന്മത പുയല ऐसी क्या जल्दी जाने की ഓ അഴകക്ക് ഇവൾ താൻ തായ്നാടാ കട്ട കോപ്പി കഴിഞ്ഞിട്ടില്ലടോ, ഇത് കേക്ക്. രതിപുഷ്പം പൂക്കുന്ന യാമം മാറിടം രാസകേളി തടാകം സുഖസോമം തേടുന്നു ദാഹം നീ തരൂ ആദ്യ രോമാഞ്ചഭാവം അധര ശില്പങ്ങൾ മദന തൽപ്പങ്ങൾ ചൂടേറിയാളുന്ന കാമഹർഷം എന്നാണു നിൻ സംഗമം ഹേ നീ തീരം തേടും തിരയുടെ പാട്ടിൽ താളലയത്തിലുണർന്നു മതാലസയായി ഇന്നീ പ്രേമം പൊക്കും മുകിലിൻ മേട്ടിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി നർത്തനം തുടരൂ മോഹിനി ഇവിടെ ഇന്നീ തീരം തേടും തിരയുടെ പാട്ടിൽ താളലയത്തിലുണർന്നു മതാലസയായി ഇന്നീ പ്രേമം പൂക്കും മുകിലിൻ മേട്ടിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി നർത്തനം തുടരൂ മോഹിനി ഇവിടെ നർത്തനം തുടരൂ മോഹിനി ഇവിടെ. സ്റ്റോപ്പ് ഇറ്റ്! എന്താ കുട്ടികളെ ഇത്? എന്തൊരു ബഹളാണ്! സ്കൂൾ കഴിഞ്ഞു പോയതോടുകൂടി ഇവിടെ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾ മറന്നോ? ഒരു ഡിസിപ്ലിനും ഇല്ലല്ലോ. അതല്ല സിസ്റ്ററെ, ഞങ്ങള് പാട്ട് മത്സരത്തിന്റെ ഹരം കേറിയപ്പോ അറിയാതെ ഇങ്ങനെ. എന്ത് മത്സരം? നിങ്ങൾ എന്താണ് ഈ പറയണത്? പാട്ടുകൾക്ക് അങ്ങനെ പഴയതെന്നോ പുതിയതെന്നോ ഒന്നുമില്ല. ഈ പാട്ടുകളൊക്കെ തന്നെ 7 സ്വരങ്ങളെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ദാ കൂടുതൽ പറഞ്ഞു തരാൻ ഞാൻ ഒരാളെ വിളിക്കാം. നമ്മുടെ മ്യൂസിക് ടീച്ചർ രേഖ മിസ്. രേഖേ ഒന്നിങ്ങോട്ട് വരുമോ? രേഖേ, ഈ കുട്ടികളൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. ഇവരാകെ ഇവിടെ കിടന്ന് തർക്കമാണ്. കേട്ടു നിങ്ങളുടെ തർക്കമൊക്കെ ഞാൻ കേട്ടു. കുട്ടികളെ, പഴയ പാട്ടുകളായാലും പുതിയ പാട്ടുകളായാലും അതിനായി ഉപയോഗിക്കുന്ന രാഗങ്ങളെല്ലാം സെയിം ആണ്. മ്യൂസിക് ഡയറക്ടേഴ്സ് ആ രാഗങ്ങൾ പല വിധത്തിൽ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ.
ഒരുപാട് പഴയ കീർത്തനങ്ങൾ അതേപോലെ ചില സിനിമാ പാട്ടുകളിൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അത് വേറെ പാട്ടിന്റെ കോപ്പിയല്ലേ എന്ന്. ഉദാഹരണത്തിന്, വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത്, വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത്. കളിയാട്ടം എന്ന സിനിമയിലെ ഒരു പാട്ടാണിത്. കർണാടക സംഗീതത്തിലെ വളരെ പ്രശസ്തമായ ഒരു കീർത്തനമുണ്ട്. ഭാഗ്യാദ ലക്ഷ്മി ബാരമ്മ നമ്മമ്മനി സൗഭാഗ്യാദ ലക്ഷ്മി ബാരമ്മ നമ്മമ്മ നിന്നു ഭാഗ്യാദ ലക്ഷ്മി ബാരമ്മ. ഈ രണ്ടു പാട്ടുകളും മധ്യമാവധി രാഗത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ സാദൃശ്യം തോന്നുന്നത്. അതുപോലെ മഹാഗണപതിം മനസാ സ്മരാമി, മഹാഗണപതിം മനസാ സ്മരാമി, മഹാഗണപതിം മനസാ സ്മരാമി, മഹാഗണപതിം. சென்னை செந்தமிழ் மறந்தேன் உன்னாலே, சென்னை செந்தமிழ் மறந்தேன் உன்னாலே, சென்னை செந்தமிழ் முழுவதும் மறந்தேன். കുട്ടികളെ, മിസ് പറഞ്ഞതൊക്കെ കേട്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ തർക്കം ഇവിടെ അവസാനിപ്പിക്കാം. നമ്മളെല്ലാവരും പ്രസന്റേഷൻ ഫാമിലിയിലെ അംഗങ്ങളാണ്. നമ്മളെപ്പോഴും ഒരുമിച്ച് നിൽക്കണം, നാടിനും നാട്ടുകാർക്കും നമുക്കും വേണ്ടി. അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് നല്ല മെസ്സേജുള്ള നല്ലൊരു പാട്ടങ്ങട് പാടിയേ, കേൾക്കട്ടെ. ഓക്കെ സിസ്റ്ററെ, സിസ്റ്റർ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അപ്പീലില്ല. എടാ ഗിരീഷേ, എല്ലാവരും വിളിക്ക്. എല്ലാവരും വാ 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 വാ. തകതൈത 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 തകതാരോ, തകതൈത 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 തകതാരോ. കുന്നോളം ലഹരിയിൽ മുങ്ങി നാടും വീടും കാണാതായി, ഇല്ലോളം ബോധമില്ലാതാടിയാടിത്തീരാറായി. കുന്നോളം ലഹരിയിൽ മുങ്ങി നാടും വീടും കാണാതായി, ഇല്ലോളം ബോധമില്ലാതാടിയാടിത്തീരാറായി. തകതൈത 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 തകതാരോ, തകതൈത 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 തകതാരോ. കുന്നോളം ലഹരിയിൽ മുങ്ങി നാടും വീടും കാണാതായി, ഇല്ലോളം ബോധമില്ലാതാടിയാടിത്തീരാറായി. ഇക്കാലം കലികാലം, ഇതു കാലക്കേടിൻ ചുടുകാലം, നാം എല്ലാം ചേരി തിരിഞ്ഞ് ചോര ചിന്തണ ചുടുകാലം. ഇക്കാലം കലികാലം, ഇതു കാലക്കേടിൻ ചുടുകാലം, നാം എല്ലാം ചേരി തിരിഞ്ഞ് ചോര ചിന്തണ ചുടുകാലം. പണമതിനുടെ മണവും തേടി ചുറ്റുന്നു കഴുകന്മാർ, പൊള്ളുന്നതു നമ്മുടെ ചങ്കും എരിയുന്നത് നമ്മുടെ കരളും. പണമതിനുടെ മണവും തേടി ചുറ്റുന്നു കഴുകന്മാർ, പൊള്ളുന്നതു നമ്മുടെ ചങ്കും എരിയുന്നത് നമ്മുടെ കരളും. നാലാളായി 40 പേരായി കൂടിയിരുന്നവരാന്തകളിൽ, ലഹരിപ്പുക നമ്മെ വരിഞ്ഞു നീരാളിക്കൈ പോലെ. നാലാളായി 40 പേരായി കൂടിയിരുന്നവരാന്തകളിൽ, ലഹരിപ്പുക നമ്മെ വരിഞ്ഞു നീരാളിക്കൈ പോലെ. ഇനിയൊന്നായി നാം ഉണരും, ഇനിയൊന്നായി നാം ഉണരും, ലഹരിച്ചങ്ങല പൊട്ടിക്കും, നീരാളിക്കൈയിൽ നിന്ന കൂട്ടാളികളെ രക്ഷിക്കും. ഇനിയൊന്നായി നാം ഉണരും, ലഹരിച്ചങ്ങല പൊട്ടിക്കും, നീരാളിക്കൈയിൽ നിന്ന കൂട്ടാളികളെ രക്ഷിക്കും. തകതൈത 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 തകതാരോ.
നേടും പൂക്കാലം നാടാകെ ലഹരിക്കെതിരെ പടപൊരുതും വൈകാതെ ഒന്നായി നാം ഒറ്റക്കെട്ടായി തിരിച്ചു നേടും പൂക്കാലം നാടാകെ ലഹരിക്കെതിരെ പടപൊരുതും വൈകാതെ ഒന്നായി നാം ഒറ്റക്കെട്ടായി തിരിച്ചു നേടും പൂക്കാലം നാടാകെ ലഹരിക്കെതിരെ പടപൊരുതും വൈകാതെ തകതൈത 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 തകതാരോ തകതൈത 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 തകതാരോ മുക്കോളം ലഹരിയിൽ മുങ്ങിപ്പോയ നാടത് കരകേറും കേറുമ്പോൾ ചേർത്തു പിടിക്കാൻ 100 കൈകൾ നാം നൽകും മുക്കോളം ലഹരിയിൽ മുങ്ങിപ്പോയ നാടത് കരകേറും കേറുമ്പോൾ ചേർത്തു പിടിക്കാൻ 100 കൈകൾ നാം നൽകും മുക്കോളം ലഹരിയിൽ മുങ്ങിപ്പോയ നാടത് കരകേറും കേറുമ്പോൾ ചേർത്തു പിടിക്കാൻ 100 കൈകൾ നാം നൽകും തകതൈത 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 തകതാരോ തകതൈത 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 തകതാരോ തകതൈത 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 തകതാരോ തകതൈത തകതൈത തകതൈത. ഈ ഗോൾഡൻ ജൂബിലി ആഘോഷം ഒരു നിമിത്തമാണ്. നമ്മളെല്ലാവരും വീണ്ടും കൂടിച്ചേരാനും സ്നേഹം പങ്കുവെക്കാനും ഇടയാക്കിയ ഗോൾഡൻ ലെഗസി. ഈ ഒരുമയും സ്നേഹവും ഇനി ഒരിക്കലും നമ്മൾ കൈവിടരുത്. പ്രസന്റേഷൻ ഫാമിലി എന്നും എപ്പോഴും ഒരുമിച്ചുണ്ടാവും, ഉണ്ടാവണം. ഇനി എല്ലാവർക്കും അടിച്ച് പൊളിക്കുന്ന ഒരു DJ സെക്ഷനാണ്. എല്ലാവരും റെഡിയല്ലേ?